അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭ സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഈശോനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. മാതാവേ, ഒത്തിരി ആഗ്രഹിച്ചാണ് രാവിലെ എഴുന്നേറ്റ് വരണം മക്കൾ. അവരുടെ രോഗങ്ങളെ നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരെ നീ സാന്ത്വനപ്പെടുത്തണം. പ്രത്യേകിച്ച് ശാരീരികമായ അവശതകളും രോഗങ്ങളും പരുക്കളും പൊറുക്കാത്ത മുറിവുകളും ഉള്ളവർ കർത്താവെ, അവരെ ഈ പ്രഭാതത്തിൽ അങ്ങ് സ്പർശിക്കണേ ഈശോയെ. കർത്താവെ, ചിലരൊക്കെ ഒരു ദിവസമെങ്കിലും ഒന്ന് ശരീരത്തിന് രോഗമില്ലാതിരുന്നെങ്കിലും ആഗ്രഹിക്കുന്ന രോഗികളെ കർത്താവെ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. അവരെ നീ കൈവിട്ട് കളയരുത്.
കർത്താവ് സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്, ഉറക്കം ഇല്ലാത്തവരുണ്ട്. കർത്താവ് ഒരു വീട്ടിൽ തന്നെ താമസിച്ചിട്ട് എല്ലാവരും പരോക്ഷമായിട്ടും പ്രത്യക്ഷമായിട്ടും ഒക്കെ അവഗണിക്കുകയും ഗ്രൂപ്പുകൾ ഉണ്ടാക്കുകയും അതിൻ്റെ ആ ഗ്രൂപ്പിൽ പെടാത്തതിൻ്റെ പേരിൽ ഞെരുക്കപ്പെടുകയും ചെയ്യുന്നവരുണ്ട്. അത്രയും വലിയ തിന്മയുടെ ഭവനത്തിൽ നിന്ന് എവിടെയെങ്കിലും ഓടി ഒളിച്ചാൽ മതിയെന്ന് ഓർത്ത് വിഷമിക്കുന്നവരുണ്ട്. ഈശോയെ, അങ്ങനെ ഒറ്റപ്പെട്ടു പോയവരെ നീ താങ്ങിയെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ജപ്തി നടപടികൾ, സാമ്പത്തിക ബാധ്യതകൾ കർത്താവേ ഇറങ്ങിക്കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുന്നവരെ, പൈസ അടക്കാൻ പറഞ്ഞിരിക്കുന്ന ഡേറ്റുകൾ, പൈസ കൈ തികയാത്തവർ, പൂർണ്ണമായിട്ടും ഇല്ലാത്തവർ, അവരെയൊക്കെ നീ സന്ധിക്കണം. കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ച 10,000-കണക്കിന് മക്കള് നടത്തിയ രാത്രിയും പകലും മഴയത്തും വെയിലത്തും നടത്തിയ പരിശുദ്ധ പ്രവർത്തനത്തിൽ യോഗ്യതയായി കർത്താവെ, കൃപ കുറഞ്ഞിട്ടുള്ള മക്കള് ഈ പ്രാർത്ഥന കൂടുമ്പോൾ അവരുടെ കഴിവ് കൊണ്ടോ സ്വാധീനം കൊണ്ടോ ഇതിന് തീരുമാനം ഉണ്ടാകത്തില്ല എന്ന് അവർക്കറിയാമായിരുന്നിട്ട് ആരും ഞങ്ങളെ സഹായിക്കും, ആരെങ്കിലും കർത്താവ് നീ എന്നെ അയക്കണമേ, ആരെങ്കിലും ഞങ്ങളുടെ കുടുംബത്തിലേക്ക് അയക്കണമേ, ബന്ധുക്കളോ സ്വന്തപ്പെട്ടവരോ ആരും ഇല്ലല്ലോ, ഇടപ്പോക്കാരും കാണുന്നില്ലല്ലോ, ആരെങ്കിലും അയക്കണമേ കർത്താവേ, മാതാവേ, നിന്റെ ദൂതയായി ആരെങ്കിലും ഈ വിഷയത്തിൽ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് ഇന്ന് 12 മണിക്കുള്ളിൽ ആളെ കിട്ടാൻ പരിശുദ്ധ ദേവമാതാവിൻ്റെ മധ്യസ്ഥയിൽ പ്രാർത്ഥിക്കുന്നു. പരീക്ഷ കുഞ്ഞുങ്ങളെ, പരീക്ഷ എഴുതി കഴിഞ്ഞവർ, നല്ല റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, കർത്താവ് അവസാനത്തെ പരീക്ഷയ്ക്ക് എഴുതിയിട്ട് ഇനി എഴുതാൻ കാശുമില്ല, എഴുതി പരീക്ഷ എഴുതി നാണം കെട്ടവരുണ്ട്. CA പരീക്ഷ പോലുള്ള പരീക്ഷകൾ 9ഉം 10ഉം ഒക്കെ എഴുതി അവർക്ക് തന്നെ നിക്കക്കളിയില്ലാതിരിക്കുന്നവരുണ്ട്. അവരെ ഈ ഒറ്റ പ്രാർത്ഥന കൊണ്ട്, അവരുടെ കഴിവല്ല, ഉടമ്പടി പ്രവർത്തിക്കേണ്ട മനുഷ്യൻ്റെ കഴിവിലല്ല, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിലാണ്. ആ ഗ്രേസിൻ്റെ ശക്തി യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധ രക്തത്തിൽ നിന്നാണ് കൃപയുണ്ടാകണമെങ്കിൽ അത് കർത്താവിൻ്റെ സൗജന്യ ദാനമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കർത്താവിൻ്റെ കൃപയുടെ ശക്തിയാൽ നിൻ്റെ എല്ലാ അപാകതകളും, എല്ലാ പരിചയക്കുറവുകളും, എല്ലാ പരാധീനതകളും പോരായ്മകളും യേശുനാമത്തിൽ പരിഹരിക്കപ്പെടുകയും നീ യേശുനാമത്തിൽ സൗഖ്യപ്പെടുകയും യേശുനാമം സമാധാനപ്പെടുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വരനെ നീക്കുവാമേ. ഞാൻ ഇന്നലെ നിങ്ങളോട് സംസാരിച്ചത് പുതുവത്സരം ഒരു അവസരമാണ്. വത്സരം ഒരു അവസരം. എന്തിൻ്റെ അവസരമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു മുറിയിൽ പ്രശ്നമുണ്ടാകും, ഒരു മുറിയിൽ യേശു ഉണ്ടാകും. നമ്മുടെ വീട്ടിലൊക്കെ അങ്ങനെയല്ലേ, ഒരു മുറി പ്രശ്നമുണ്ടാകും. ചിലപ്പോൾ കുടുംബജീവിതം തകർച്ചയാണെങ്കിൽ ഉറക്കമുറിയിലായിരിക്കും പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകണം. അരിപ്രശ്നം, ജോലി പ്രശ്നം, വിസ പ്രശ്നം, പ്രൊമോഷൻ പ്രശ്നമൊക്കെ ആണെങ്കിൽ അടുക്കള പ്രശ്നമാണതല്ല. അടുക്കള പ്രശ്നം കൂടുതലും അരിപ്രശ്നമാണ്. അപ്പോൾ ഒരു മുറി പ്രശ്നം ഉണ്ടാകും, വേറെ മുറിയിലായിരിക്കും യേശു ഉള്ളത്. ഇനി ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത്, അവിടെ വേറെ ഒരാൾ മസ്റ്റായിട്ട് ഉണ്ടാകണം. കാനായിലെ കല്യാണത്തിൽ എങ്ങനെയാണ്, അടുക്കളയിലൊരു പ്രശ്നം, ആ മുറി പ്രശ്നം ഉണ്ടായി, വേറൊരു മുറിയിൽ യേശു ഉണ്ട്. പക്ഷെ യേശു ഉണ്ടായിട്ട് കാര്യമില്ല. ഈ പ്രശ്നത്തെ യേശുവായിട്ട് ലിങ്ക് ചെയ്യാൻ വേറൊരാളുണ്ടാകണം. അതാണ് വചനം പറയണത്. യേശുവിൻ്റെ അമ്മയും അവിടെ ഉണ്ടായിരുന്നു കേൾക്കുമ്പോൾ എനിക്ക് ചിരി വരും. എന്തിനാ? പ്രശ്നത്തെ യേശുവായിട്ട് ലിങ്ക് ചെയ്യാൻ. അവരാണ് ഈ ലൈൻമാൻ എന്ന് പറയുന്ന ആള്, കണക്ഷൻ കൊടുക്കുന്ന ആള്. യോഹന്നാൻ 2:1. മൂന്നാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. നമ്മളിങ്ങനെ ഇങ്ങനെ ചുമ്മാ വായിച്ചു പോകും, അതല്ല. അത് വായിക്കണമെങ്കിൽ അതിൻ്റെ എംഫസിസ് അറിയണം എന്നുണ്ടെങ്കിൽ തലേ ചാപ്റ്റർ വായിക്കണം. അതിൻ്റെ അപ്പുറത്ത് ആദ്യത്തെ ചാപ്റ്റർ എന്താണ്? യോഹന്നാൻ്റെ 1-ാം ചാപ്റ്റർ വായിക്കണം. എന്താണ്? ആദിയിൽ
വചനം ഉണ്ടായിരുന്നു. വചനം ദൈവത്തോടു കൂടി ആയിരുന്നു. വചനം ദൈവമായിരുന്നു. അപ്പം ആദ്യം വചനം ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ആ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് തന്നെയാണ്. അതിന് പകരമാണ് യോഹന്നാൻ്റെ ആ എഴുത്ത് ശൈലിയുടെ ഒഴുക്കിൽ യോഹന്നാൻ അറിയാതെ പറഞ്ഞു പോണതാണ്. എന്താണ്? കാനായിൽ വിവാഹാഘോഷം നടന്നു. ആദിയിൽ വചനം ഉണ്ടായിരുന്ന പോലെ യേശുവിൻ്റെ അമ്മയും അവിടെ ഉണ്ടായിരുന്നു. ഇനി അമ്മയുടെ റോൾ എന്താണ്? ആ ജീവിതത്തിലെ പ്രശ്നങ്ങളെ വചനവുമായിട്ട് കണക്ട് ചെയ്യുക. അതാണ് അമ്മയുടെ റോളെന്ന് പറയുന്നത്. അപ്പം ദൈവം സ്ഥാപിതമായ ഒരു റോളാണത്, അല്ല നമ്മളുണ്ടാക്കിയെടുത്ത റോളല്ല. ദൈവസ്ഥാപിതമായ റോളാണ്. വചനം നമുക്ക് വഴികൾ കാണിച്ചു തരുന്നുണ്ട്. അതാണ് ഉടമ്പടി. അതിലാണ് അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്ന കാരണമാണ് ഉടമ്പടിക്ക് ഭയങ്കരമായ ഈ സീറോ ഫെയ്ത്ത് ഉള്ള ആൾക്കാർ വന്നിട്ടും അവരുടെ ഒരു മിനിമം ലിറ്റിൽ ഫെയ്ത്താണ് ഇൻവെസ്റ്റ് ചെയ്യണത്. അതിന് നോൺ പ്രൊപ്പോർഷണലേറ്റ് ആയിട്ടുള്ള റെസ്പോൺസാണ് ദൈവം കൊടുക്കുന്നത്. എന്താ കാര്യം? അവരുടെ വിശ്വാസത്തെക്കാൾ ഉപരി മറിയത്തിൻ്റെ മാധ്യസ്ഥത്തിൽ ഉള്ള അവലംബമായിട്ടാണ് അത് വരണത്. ഇനി രസമെന്നത് വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള വിഷയമാണ്. ഈ കൂടെ താമസിച്ചവനെ രാത്രി അറിയത്തുള്ളൂ എന്ന് പറഞ്ഞ പോലെ പ്രഭു അങ്ങ് എവിടെയാണ് താമസിക്കുന്നത് ഇന്നലെ കണ്ടില്ലേ? അപ്പോൾ പ്രഭു ഈശോ എന്ത് പറഞ്ഞു? റബി എന്ത് പറഞ്ഞു? വന്ന് കാണുക. ഈ എവിടെയാണ് താമസിക്കണമെന്ന് അപ്പോസ്തലന്മാർ തിരക്കിയെടുക്കണ മുമ്പ് വചനത്തിൻ്റെ കൂടെ താമസം ആരാണ്? അമ്മയാണ്. അപ്പം അമ്മയെ സംബന്ധിച്ചിടത്തോളം വചനത്തിൻ്റെ സാധ്യതകളെക്കുറിച്ച് നല്ലവണ്ണം അറിയാം. അല്ലെങ്കിൽ അവർക്ക് വീഞ്ഞ് തികയാതെ വന്നപ്പോഴേ ഉടനെ യേശുവിൻ്റെ അമ്മ പിന്നെ 2:3 അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞു അവർക്ക് വീഞ്ഞില്ല. അതാണ് വിഷയം. അതായത് ആ തീർന്നുപോയ വിഷയം മനസ്സിലാക്കിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് കയറി തലവെക്കേണ്ട ഒരു കാര്യമില്ല. എന്താ കാര്യം വെച്ചാൽ അതിനൊക്കെ സ്വാഭാവികമായ ഒത്തിരി പരിഹാരങ്ങളുള്ളതാണ്. ഇങ്ങനെ തീർന്നു പോയെങ്കിൽ ഇപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് അരി തീർന്നു പോയാൽ എന്ത് ചെയ്യും? കടയിൽ പോയി മേടിക്കും. ഏതായാലും ഇപ്പം പോകേണ്ട ആവശ്യം പോലും ഇല്ല. അപ്പം തന്നെ ഫോൺ കുത്തി പറഞ്ഞ അരി വീട്ടിൽ കൊണ്ടുവരും. അന്നിപ്പോൾ കൂട്ടിക്കൊണ്ട് പറഞ്ഞാൽ ചെന്ന് മേടിക്കണം എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അവിടെ വീഞ്ഞ് തീർന്നു പോയെങ്കിൽ അടുത്ത വീട്ടിൽ പോയി വായ്പ മേടിക്കാം, അല്ലെങ്കിൽ വിലക്ക് വാങ്ങിക്കാം, സിമ്പിളായിട്ട് പരിഹരിക്കാം. ഇവിടുത്തെ മറിയം എന്താ പറയണത് വെച്ചാൽ നമ്മുടെ സിമ്പിളായിട്ട് പരിഹരിക്കാവുന്ന വിഷയങ്ങളിൽ പോലും നീ ദൈവത്തെ ആശ്രയിക്കണമെന്നാണ് അമ്മ പറയണത്. മനുഷ്യന്മാരുടെ മുഴുവൻ പ്രോബ്ലമാണ് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യണത്. എന്താണ്? പലരും ദൈവത്തെ വിശ്വസിക്കും, എന്നാലും മനസ്സിൽ അവബോധം മനസ്സിൽ പറയും അത് കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഇപ്പം പ്രാർത്ഥിച്ചില്ലെങ്കിൽ എനിക്ക് 98% മാർക്കുണ്ടല്ലേ. 98 94 ഉള്ള അണ്ണന്മാർ ഉപരി വിദ്യാഭ്യാസത്തിന് പ്രാർത്ഥിക്കുമെങ്കിൽ അവരെങ്ങനെ പ്രാർത്ഥിക്കത്തൊന്നുമില്ല. അവരുടെ അമ്മയാണ് വന്ന് പ്രാർത്ഥിക്കണത്. അവരുടെ അമ്മയാണ് വന്ന് പ്രാർത്ഥിക്കണത്. മക്കൾക്കൊന്നും അത്ര താല്പര്യം. മക്കളെയും കൊണ്ട് അമ്മമാരും എന്നെ കാണാം. അതുങ്ങൾ ഇങ്ങനെ അങ്ങനെ ഒരു ഡെഡ് ബോഡിയായിട്ട് വന്ന് മുട്ട നിൽക്കും. എന്താ കാര്യം? അമ്മ പറഞ്ഞു വരാൻ പറഞ്ഞു വന്ന് അതുപോലെ വന്ന് മുട്ട നിൽക്കുക. അവരെ കാണുമ്പോൾ നമുക്കറിയാം ഇത് വെറുതെ പെലിച്ചാഴികൾ വലിഞ്ഞു കയറി ആൾക്കാരെ നിൽക്കണമെന്നറിയാം. കാണുമ്പോൾ അറിയാൻ പറ്റും. നിങ്ങൾ അങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ടുവരുമെന്ന് ഞാൻ പറയണത്. നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. അത് കാര്യം ദൈവ തിരുസന്നിധിയിൽ വരുമ്പോൾ നല്ല വിശ്വാസവും ദൈവത്തിൻ്റെ തിരുസന്നിധി വരുമ്പോൾ അലംഭാവമായിട്ട് നിൽക്കരുത് ഒരിക്കലും. നമ്മുടെ വിശ്വാസവും കാര്യം നമ്മളുടെ ഒരു അഹങ്കാരമാണ് ഇതിൻ്റെ അകത്ത് വരണതേ. വെച്ചാൽ എനിക്ക് മാർക്കുണ്ട്, പിന്നെ ഞാനെന്തിനാണ് ഉടമ്പടി എടുക്കണത്? ഞാനെന്തിനാണ് ആൾക്കാരൊന്ന് പ്രാർത്ഥിക്കണത്? ആർക്ക് കിട്ടിയില്ലെങ്കിലും എനിക്ക് കിട്ടും. അപ്പം സ്വന്തം മെറിറ്റിലാണ് അവർ വിശ്വസിക്കണത്. ഈ കാനായിലെ കല്യാണത്തിൽ വേണമെങ്കിൽ അവർക്ക് വായ്പ വാങ്ങിക്കാൻ, അത് മെറിറ്റാണത്. വേണമെങ്കിൽ അവർക്ക് വിലക്ക് വാങ്ങിക്കാൻ വരുന്നത് മെറിറ്റാണ്. ഇങ്ങനെ മനുഷ്യന് സാധിക്കുന്ന കാര്യങ്ങളാണത്. മനുഷ്യന് സാധിക്കുന്ന കാര്യങ്ങളാണെങ്കിലും ദൈവത്തോട് ബന്ധമുള്ള ദൈവ പൈതലെ നമുക്ക് സാധിക്കുന്ന സാധ്യതകളല്ല ആശ്രയിക്കണത്. ദൈവം അത് തന്നാലും തന്നില്ലേലും ദൈവം അറിഞ്ഞ് എനിക്ക് അനുഗ്രഹം കിട്ടാവൂ. അതൊരു നിലപാടിൻ്റെ ഭാഗമാണ്. എനിക്ക് കഴിവുണ്ടാകാം, കഴിവില്ലായിരിക്കും, അതല്ല പ്രശ്നം. എനിക്കെന്തെങ്കിലും കിട്ടണമെങ്കിൽ എൻ്റെ കർത്താവ് അതിൻ്റെ അകത്ത് കക്ഷിയായിരിക്കണം. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടണം. അത് മറിയത്തിൻ്റെ ഒരു നിലപാടാണത്.
മറിയത്തിൻ്റെ മനുഷ്യരാശി പൊതുവെ കാണിക്കുന്ന തൻപൂർവ മനോഭാവത്തിൻ്റെ എതിരെയുള്ള നിലപാടാണ്, ഒരു സുവിശേഷവിധ നിലപാടാണ് മറിയത്തിൻ്റെ. അപ്പം ഇത് നമ്മളെപ്പോഴും മെറിറ്റുണ്ടെങ്കിൽ എൻ്റെ സഹോദരങ്ങളെ, നമുക്ക് യോഗ്യത, വീട്, ജോലി, ആസ്തി, ലോക്കറിലെ പണം അല്ലെങ്കിൽ സ്വർണം, എന്തെല്ലാം ആസ്തി ഉണ്ടെങ്കിലും അതിനൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരു ആധ്യാത്മികത നമുക്ക് സാധിക്കില്ല. നമുക്കത് ഒന്നും ഇല്ലാത്തവനെ പോലെ തന്നെയായിരിക്കണം ഇതൊക്കെ ഉള്ളപ്പോഴും ദൈവത്തിൽ ആശ്രയിക്കേണ്ടത്. അതാണ് ആധ്യാത്മികത എന്ന് പറയണത്. ശരിക്കും പറഞ്ഞു അതിലാണ് ദൈവം നമുക്ക് റെസ്പോൺസിബിൾ ആകണത്. കാര്യം നമുക്ക് ആരോഗ്യമുണ്ട്, നമുക്ക് പണമുണ്ട്, നമുക്ക് പൊന്നുണ്ട്, നമുക്ക് സ്വാധീനമുണ്ട്, പ്രാർത്ഥനയിലൊക്കെ നടക്കും എന്നുള്ളൊരു വിഷയമാണെങ്കിൽ പ്രാർത്ഥിച്ചില്ലേ നടക്കില്ല, അഥവാ നടന്നാലും എൻ്റെ ദൈവത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് കാര്യങ്ങൾ നടന്നാൽ മതി. അതാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് പറയുന്നത്. അപ്പോൾ പല അനുഗ്രഹങ്ങളുടെയും ഒരവസ്ഥ എന്ന് പറയണത് അവർ ഇൻവെസ്റ്റ് ചെയ്യണ വിശ്വാസം അവരിലാണ് ഒന്നാം സ്ഥാനം. അവിടെ കഴിവിലും മാർക്കിലും പണത്തിലും എക്സ്പീരിയൻസിലുമാണ്. രണ്ടാം സ്ഥാനമാണ് ദൈവത്തിന് പലപ്പോഴും വരണത്. മറിയം ആ വിഷയം എടുക്കണില്ല. വായ്പ മേടിക്കണ്ട, വിലക്കും മേടിക്കണ്ട, മറിച്ച് ഈശോ ഇവിടെ ഉണ്ടെങ്കിൽ ഈശോനെ കൊണ്ട് തന്നെ ആ വിഷയത്തിൽ തീരുമാനം എടുപ്പിക്കണം. ഒരു ബന്ധത്തിൻ്റെ വിഷയമാണ്. നമ്മുടെ അനുഗ്രഹങ്ങളെല്ലാം നമ്മുടെ വിശ്വാസത്തിൻ്റെ വിഷയത്തിനേക്കാൾ ഉപരി ഒരു ആത്മബന്ധത്തിൻ്റെ വിഷയമാകാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ആദ്യമേ തന്നെ ഞങ്ങളെ കുടുംബമായി ഈ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി ഈ ആൾത്താരയിൽ നിന്ന് സാക്ഷി പറയാൻ ഇടയാക്കിയതിന് എൻ്റെ അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ തുടങ്ങുന്നു. എൻ്റെ പേര് രശ്മി, ഇത് ഹസ്ബൻഡ് സിജു, ഇത് മക്കൾ മോൾ സേറ, ഇത് മോൻ സ്റ്റീവ്. ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് വരുന്നു. ഞങ്ങൾ ജാക്കബേറ്റ് ഇടവാംഗങ്ങളാണ്. ഞങ്ങൾ രണ്ടുപേരും നഴ്സിംഗ് പ്രൊഫഷനാണ്. ഞങ്ങൾ 10 വർഷമായി കുവൈറ്റിലായിരുന്നു. 2024 മാർച്ചിലാണ് ഞാൻ റിസൈൻ ചെയ്ത് നാട്ടിലെത്തിയത്. അത് ന്യൂസിലാൻഡിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയായിരുന്നു. 2023 ജൂണിലാണ് ഞാൻ ആദ്യമായി കുവൈറ്റിൽ വെച്ച് ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത്. അതെൻ്റെ ഹസ്ബൻഡിൻ്റെ രോഗസൗഖ്യത്തിന് വേണ്ടിയായിരുന്നു. അത് ഞാൻ ഇവിടെ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇതെൻ്റെ 2ാമത്തെ സാക്ഷ്യമാണ്. 2024 മാർച്ചിൽ ഞങ്ങൾ നാട്ടിൽ വന്നപ്പോൾ ഞങ്ങൾ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു. അതിനുശേഷം എനിക്ക് ഓഗസ്റ്റിൽ ന്യൂസിലാൻഡിലേക്ക് പോകേണ്ട സമയമായി. അപ്പോൾ ഞാൻ ജൂലൈയിൽ വന്ന് അതുവരെ ഞങ്ങൾ ഉടമ്പടിയിൽ ജീവിതത്തിലായിരുന്നു. ജൂലൈയിൽ വന്ന് ഞാൻ ഉടമ്പടി പുതുക്കി ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിപ്പിച്ച് അച്ഛൻ എനിക്കൊരു ലോക്കറ്റ്, മാതാവിൻ്റെ ലോക്കറ്റ് തന്നു. അതിപ്പോഴും എൻ്റെ കഴുത്തിലുണ്ട്. പ്രാർത്ഥനയും സ്വീകരിച്ചിട്ട് ഞാൻ ഓഗസ്റ്റിൽ ന്യൂസിലാൻഡിലേക്ക് പോയി. ഞാൻ ക്യാബ് കോഴ്സ് ചെയ്ത് അവിടുത്തെ രജിസ്ട്രേഷൻ എടുത്തിട്ട് വേണമായിരുന്നു ഞാൻ അവിടെ ജോലിക്ക് അപ്ലൈ ചെയ്ത് എനിക്ക് ജോലി ലഭിക്കാനായിട്ട്. അങ്ങനെ ഞാൻ ഓഗസ്റ്റിൽ പോകുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിരുന്ന കാര്യം മാതാവിനോട് ഈശോയോടും എനിക്ക് അവിടെ ചെല്ലുമ്പോഴും ഇതേപോലെ എന്നും ദിവ്യബലിയിൽ പങ്കെടുക്കുവാനും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാനും എനിക്കൊരു വീട് ഒരുക്കി തരണമേ എന്നുള്ളതായിരുന്നു എൻ്റെ പ്രാർത്ഥന. പോലെ തന്നെ എനിക്ക് അവിടെ ചെന്നപ്പോൾ ഒരു ഫാമിലിയുടെ കൂടെയാണ് ഞാൻ താമസിച്ചിരുന്നത്. അതുപോലെ തന്നെ എനിക്കൊരു വീട് അവിടെ ഒരുക്കി തന്നു. അവരുടെ കൂടെ എനിക്ക് എല്ലാ ആഴ്ചയിലും പള്ളിയിൽ പോകുവാനും ഞങ്ങൾ കുടുംബമായിട്ടായിരുന്നു വൈകുന്നേരം ഇരുന്ന് ജപമാല ചൊല്ലുന്നതും പ്രാർത്ഥന ചൊല്ലുന്നതും. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവരും എൻ്റെ കൂടെ രാവിലത്തെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും കുടുംബനാഥനായ ചേട്ടൻ പ്രാർത്ഥന ഏറ്റെടുത്ത് ചൊല്ലുകയും വൈകുന്നേരത്തെ ഉടമ്പടി പ്രാർത്ഥനയും ചൊല്ലുകയും ഞങ്ങളുടെ കുടുംബ ജപമാലയ്ക്ക് ശേഷം ഞങ്ങൾ ഒരുമിച്ച് കൃപാസന ഉടമ്പടി പ്രാർത്ഥനയും ഞങ്ങൾ ചൊല്ലി പ്രാർത്ഥിച്ചു. അത് എനിക്ക് വലിയ സന്തോഷമായിരുന്നു. കാരണം അവരും കൂടെ ആ പ്രാർത്ഥനയിലോട്ട് ജോയിൻ ചെയ്തു. അവർക്കും മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിക്കാൻ തുടങ്ങി. അവിടുത്തെ മക്കൾ സ്കൂളുകളിൽ എക്സാമിന് പോകുമ്പോഴും അവർ ഡ്യൂട്ടിക്ക് പോകുമ്പോഴും ഒക്കെ ഞാൻ കൊണ്ടുപോയ ഉടമ്പടി തൈലവും ഉപ്പുമൊക്കെ അവർ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ക്യാബ് കോഴ്സ് 1 മന്ത് കഴിഞ്ഞ് ഞാൻ അവിടുത്തെ ന്യൂസിലാൻഡ് രജിസ്ട്രേഷന് ശേഷം ഞാൻ ജോലിക്ക് അപ്ലൈ ചെയ്തു. അവിടെ 1 മാസത്തോളം ഞാൻ അപ്ലൈ ചെയ്തു. എല്ലാം റിജക്ഷൻ ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. അവിടെ അന്ന് നഴ്സുമാർക്ക് നോ വേക്കൻസി ആയിരുന്നു. എനിക്കെങ്ങും കിട്ടിയില്ല. ഞാൻ അതിനിടയിലും അപ്ലൈ ചെയ്യുന്നതിനിടയിലും എൻ്റെ പ്രാർത്ഥനയും രാവിലത്തെ പ്രാർത്ഥനയും വൈകുന്നേരത്തെ പ്രാർത്ഥനയും എൻ്റെ ഉടമ്പടി ധ്യാനവും ജപമാലയും എല്ലാം ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു.
അങ്ങനെ ഞാൻ 1 മാസത്തോളം ഞാൻ അപ്ലൈ ചെയ്തു. എനിക്കൊന്നും കിട്ടിയില്ല, എല്ലാം റിജക്ഷൻസ് ആണ്. നഴ്സുമാരായിരുന്നവർക്കറിയാം ആ സമയത്ത് ഭയങ്കര ക്രൈസിസ് ആയിരുന്നു, ആർക്കും ജോലി കിട്ടാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു അന്നേരം അവിടെ. അങ്ങനെ ഞാൻ 1 മാസത്തോളം അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ, അവിടെ നിന്ന് ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ എടുത്തു. അങ്ങനെ ഓസ്ട്രേലിയക്ക് അപ്ലൈ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ ഇവിടെ നിന്ന് എടുത്തിട്ട് പോയ ഉടമ്പടിയുടെ 90 ഡേയ്സ് കാലാവധി കഴിഞ്ഞു. അപ്പോൾ എനിക്ക് ഒക്ടോബർ ലാസ്റ്റൊക്കെ ആയപ്പോൾ ഒരു ഇൻ്റർവ്യൂ കോൾ, ഓസ്ട്രേലിയയിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ഇൻ്റർവ്യൂ കോൾ വന്നു. ഞാനത് അറ്റൻഡ് ചെയ്തു, പക്ഷേ എനിക്കത് കിട്ടിയില്ല. പിന്നീട് എനിക്ക് മനസ്സിലായി മാതാവ് ഈശോയെ എന്നെ അടുത്ത ഇൻ്റർവ്യൂ സെക്ഷനിലേക്ക് എന്നെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയായിരുന്നു എനിക്ക് ആ ഇൻ്റർവ്യൂ കോൾ തന്നതെന്നുള്ളത്. 90 ഡേയ്സ് എൻ്റെ ഉടമ്പടി കാലാവധി കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ ഇന്ന് നവംബർ 8 രാവിലത്തെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയ്ക്ക് ശേഷം ഞാൻ ഓൺലൈനിൽ എൻ്റെ ഉടമ്പടി പുതുക്കി. അന്ന് ഉച്ചയ്ക്ക് എനിക്ക് ലിസ്മോർ ഹോസ്പിറ്റൽ, പബ്ലിക് ഹോസ്പിറ്റലിൽ നിന്ന് എനിക്കൊരു ഇൻ്റർവ്യൂവിൻ്റെ ലിങ്ക് വന്നു. നവംബർ 14 എൻ്റെ ഇൻ്റർവ്യൂ. ഞാൻ അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു. ഞാൻ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ഞാൻ ഉടമ്പടി തൈലം എൻ്റെ നാവിന്മേൽ പുരട്ടി, ഉപ്പ് ഞാൻ എൻ്റെ ലാപ്ടോപ്പിൽ എൻ്റെ ഉപ്പ് വിതറി, എൻ്റെ ഒരു കയ്യിൽ ജപമാല, ലാപ്ടോപ്പിൻ്റെ അപ്പുറം ഇപ്പുറം ഉടമ്പടി തൈലം, ബൈബിൾ, കൃപാസന പത്രം എല്ലാം വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. ആ സമയത്ത് എൻ്റെ ഫാമിലി ഇവിടെ കൃപാസനത്തിലുണ്ടായിരുന്നു, അവരിവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ അറ്റൻഡ് ചെയ്തു. എനിക്ക് ഇൻ്റർവ്യൂ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. എനിക്കൊരു ലാഗ് വരാനോ 1 മിനിറ്റ് പോലും എനിക്ക് സ്റ്റോപ്പ് ചെയ്യാനോ ഒന്നും എനിക്ക് അവിടെ എൻ്റെ മാതാവ് ഇടവരുത്തിയില്ല. 100% കോൺഫിഡൻസിലൂടെ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അവരുടെ ക്വസ്റ്റ്യൻസ്, പ്രൊഫഷണൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിച്ചതിന് ശേഷം ഞാൻ ആൻസർ ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റോളം ഞങ്ങൾ ക്യാഷ്വൽ ടോക്കായിരുന്നു, എൻ്റെ ഫാമിലിയെ പറ്റിയും ക്യാഷ്വൽ ടോക്കായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. ആ ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ എൻ്റെ ഫാമിലിയെ വിളിച്ചു പറഞ്ഞു, എനിക്ക് ഈ ജോലി കിട്ടുമെന്നുള്ളത് എനിക്ക് ഉറപ്പായി. എൻ്റെ ഉള്ളിലിരുന്ന് എന്നോട് പറയുന്നുണ്ട് ഈ ജോലി നിനക്ക് വേണ്ടിയുള്ളതാണെന്നുള്ളത്. എന്നിട്ട് ഞാൻ ജനുവരി ആയപ്പോൾ ഞാൻ കാരണം എൻ്റെ 6 മന്ത്സ് പീരീഡ് കഴിയുമായിരുന്നു, എൻ്റെ വിസ എക്സ്പയർ ആവും. സോ ഞാൻ ന്യൂസിലാൻഡിൽ തിരിച്ച് നാട്ടിൽ വന്നു. ജനുവരി നാട്ടിൽ വന്നു. ഞാൻ ഇവിടെ വന്നു വീണ്ടും എൻ്റെ ജനുവരി 9 എൻ്റെ ഉടമ്പടി പുതുക്കി. അന്ന് ഉടമ്പടി പുതുക്കിയപ്പോൾ എനിക്ക് മാതാവിനെ വഹിച്ചുകൊണ്ട് എനിക്ക് വാഗ്ദാന പേടത്തിലേക്ക് പോകാനുള്ളൊരു ഭാഗ്യം എൻ്റെ അമ്മ മാതാവ് എനിക്ക് തന്നു. ഫെബ്രുവരി 14 ആയപ്പോൾ ഞാൻ എൻ്റെ ഓഫർ ലെറ്റർ റിസീവ് ചെയ്തു. ഓഫർ ലെറ്ററിൽ എൻ്റെ മാതാവ് എനിക്ക് ജോലിയുടെ കൂടെ ഹോസ്പിറ്റലുകാർ പ്രൊവൈഡ് ചെയ്തത് PR വിസയായിരുന്നു. അത് എൻ്റെ അമ്മയും ഈശോപ്പ എനിക്ക് ചെയ്ത വലിയൊരു അനുഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തു. ഈ നവംബർ 20 അതിനിടയിൽ ഞാൻ എൻ്റെ ഉടമ്പടി പുതുക്കിക്കൊണ്ടിരുന്നു. ഈ നവംബർ 20 ഞങ്ങളുടെ വിസ ഗ്രാൻഡായി ഞങ്ങൾക്കത് കിട്ടി. ഈ ജാനുവരി 12 ഞങ്ങൾ ഓസ്ട്രേലിയയിലേക്ക് ഞങ്ങൾ മൂവ് ആവുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ വിസ ഹോസ്പിറ്റലിലേക്ക് അയച്ചു കൊടുത്തപ്പോൾ ഞാൻ വിസ കൊടുക്കുന്നതിന് എൻ്റെ ബാച്ചിന് മുമ്പ് വരെ ഹോസ്പിറ്റലുകാർ പ്രൊവൈഡ് ചെയ്യുന്നത് 3 മാസത്തേക്കുള്ള ഹോസ്പിറ്റൽ അക്കോമഡേഷൻ തരുമായിരുന്നു. സോ ഫാമിലി ആയിട്ട് പോകുമ്പോഴും നമുക്ക് ഹോസ്പിറ്റൽ അക്കോമഡേഷനിൽ 3 മാസം, അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ വീട് കണ്ടുപിടിച്ചാൽ മതി. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ, വീട് കിട്ടാനുള്ള ബുദ്ധിമുട്ട് കാരണം ഹോസ്പിറ്റലുകാർ കാൻഡിഡേറ്റ്സിന് മാത്രമേ അക്കോമഡേഷൻ കൊടുക്കുകയുള്ളൂ എന്നുള്ളത് എനിക്ക് ഇമെയിൽ വന്നു. എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ അമ്മയോടും ഈശോയോടും ചോദിച്ചു, അമ്മ എനിക്ക് തന്ന ജോലിയാണ്, അമ്മ എനിക്ക് തന്ന PR വിസയാണ്, എനിക്കെൻ്റെ ഫാമിലിയെ കൂടെ കൊണ്ടുപോയേ പറ്റുള്ളൂ. ഒരമ്മയ്ക്ക് മാത്രമേ വേറൊരു അമ്മയുടെ വിഷമം മനസ്സിലാവുള്ളൂ. ഞാൻ എൻ്റെ അമ്മയോടും ഈശോയോടും കരഞ്ഞ് പ്രാർത്ഥിച്ചു. എനിക്കെൻ്റെ മക്കളെ എൻ്റെ ഫാമിലിയെ വിട്ടിട്ട് പോകാൻ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഞാൻ ഡിസംബർ 7 മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ ദിവസം എനിക്കിവിടെ വരാൻ സാധിച്ചില്ല. പക്ഷേ ഞാൻ അവിടെ നിന്ന് ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു, അമ്മയുടെ അൾത്താരുടെ മുമ്പിൽ വന്ന് എനിക്ക് അത്ഭുതകരമായ ഒരു സാക്ഷി എനിക്ക് കുടുംബമായിട്ട് പറയണം. അതിന് എൻ്റെ അമ്മ എനിക്കൊരു വീട് ഒരുക്കി തന്നേ പറ്റുള്ളൂ, എനിക്ക് എൻ്റെ മക്കളുമായിട്ട് പോകണം. അങ്ങനെ ഞാൻ അവിടുത്തെ ഒരു നിയമം വെച്ച് നമുക്ക് ഒരു വീടിന് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ജോലിക്ക് കയറി അവിടുത്തെ സാലറി സ്ലിപ്പ് 2 സാലറി സ്ലിപ്പൊക്കെ അതിൽ അപ്ലോഡ് ചെയ്താൽ മാത്രമേ നമുക്കവിടെ വീട് കിട്ടുകയുള്ളൂ. അത് നമുക്ക് നാട്ടിൽ നിന്ന് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്തോ ഒരു വീട് കണ്ടു, എൻ്റെ മനസ്സിൽ പറഞ്ഞു നീ അത് അപ്ലൈ ചെയ്യാൻ. ഞാൻ എന്തോ അത് കയറി അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കതിൽ വീട് പോയി കാണാനുള്ള ടൈമും ഡേറ്റും വരും. അങ്ങനെ എനിക്ക് ഇമെയിൽ വന്നു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് അവിടെയുണ്ട്, അവളും ഈ കൃപാസനത്തിൽ ഉടമ്പടി എടുക്കുന്ന കുട്ടിയാണ്. അവൾ 10 വർഷമായിട്ട് എന്നോട് കുവൈറ്റിൽ വർക്ക് ചെയ്തതാണ്. ഞാൻ അവളോട് ചോദിച്ചു, ഇതേപോലൊരു വീടിൻ്റെ ഉണ്ട്, നീ എനിക്ക് വേണ്ടി ഒന്ന് ഇൻസ്പെക്ഷന് പോകാമോ എന്ന് ചോദിച്ചപ്പോൾ അവൾ സന്തോഷപൂർവ്വം അത് സ്വീകരിച്ച് അവൾ എനിക്ക് വേണ്ടി ആ വീട് പോയി കണ്ടു.
അതിന് ഞാൻ അവളെ മാതാവിൻ്റെ സന്നിധിയിൽ ഓർത്ത് അവളെ കുടുംബത്തിന് നന്ദി പറയുന്നു. അവൾ ആ വീട് പോയി കണ്ടപ്പോൾ അവളുടെ പ്രോപ്പർട്ടി മാനേജർ, അവർക്ക് വീട് കൊടുത്ത അതേ പ്രോപ്പർട്ടി മാനേജർ തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവരോട് സംസാരിച്ചു, നോക്കാം എന്ന് പറഞ്ഞു. അപ്പോഴും അവൾ എന്നെ വിളിച്ചു പറഞ്ഞു, പ്രതീക്ഷ വെക്കണ്ട, കിട്ടുമോ ഇല്ലയോ എന്നറിയില്ല. അപ്പോഴും ഞങ്ങൾ കുടുംബമായി പ്രാർത്ഥന തുടർന്നുകൊണ്ടേയിരുന്നു. ആ ഏജൻറ്റുകാർ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന അനുസരിച്ചാണ് ഓണർ നമുക്ക് വീട് തരികയുള്ളൂ. അവരാദ്യം ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കൊടുത്ത് 2 ഇംഗ്ലീഷുകാരുടെ പേരുകളായിരുന്നു. എന്തോ മാതാവിൻ്റെ ഈശോയുടെ അനുഗ്രഹത്താൽ ആദ്യം അവൾ എന്നെ വിളിച്ചു പറഞ്ഞു, നമുക്ക് ആ വീട് കിട്ടില്ല രശ്മി എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓക്കെ, ദൈവത്തിൻ്റെ ഇഷ്ടം ഉണ്ടെങ്കിൽ അത് കിട്ടട്ടെ. പിറ്റേ ദിവസം അവളെന്നെ വിളിച്ചു പറഞ്ഞു, ആ ഓണറിന് ഇംഗ്ലീഷുകാർക്ക് കൊടുക്കാൻ താല്പര്യമില്ല, അവർക്ക് വേറെ ആൾക്കാർക്കാണ് കൊടുക്കാൻ താല്പര്യം. സോ വീണ്ടും പ്രതീക്ഷയായി. അപ്പോഴും ഞാൻ പറഞ്ഞു, മാതാവിന് ഇഷ്ടമുണ്ടെങ്കിൽ ആ വീട് നമുക്ക് കിട്ടും. 15-ാം തീയതി എൻ്റെ മോൻ്റെ ഈ ജനുവരി 26-ന് പാസ്പോർട്ടിൻ്റെ 6 മന്ത്സിന് മുമ്പ് ട്രാവൽ ചെയ്യണം. സോ ജനുവരി 26 മുമ്പ് അവൻ ട്രാവൽ ചെയ്യണം. സോ അല്ലെങ്കിൽ അവൻ്റെ പാസ്പോർട്ട് എനിക്ക് റിന്യൂ ചെയ്യാൻ കൊടുക്കണം. അവൻ കുവൈറ്റിൻ്റെ പാസ്പോർട്ട് ആയതുകൊണ്ട് അത് കൊടുത്താൽ ഒത്തിരി ഡിലേ ആവും കിട്ടാനായിട്ട്. സോ എനിക്ക് ജനുവരി 16 അവന് ഞങ്ങൾ പാസ്പോർട്ടിന് റിന്യൂ ചെയ്യാൻ വേണ്ടി ഡേറ്റ് എടുത്തേക്കാണ്. സോ എനിക്ക് ഡിസംബർ 15. സോ എനിക്ക് ഡിസംബർ 13 ആയപ്പോൾ എനിക്ക് ഏജൻറ്റിൻ്റെ മെയിൽ വന്നു, നിങ്ങളുടെ 2 പേരുടെയും പ്രൊഫഷൻ എന്താണ് എന്ന് ചോദിച്ചുകൊണ്ട്. സോ ഞാനിങ്ങനെ പറഞ്ഞു, ഞാൻ നേഴ്സാണ്, ഹസ്ബൻഡ് നേഴ്സാണ്. അത് കഴിഞ്ഞിട്ട് ജനുവരി 16 ആയിരുന്നു ഇവൻ്റെ പാസ്പോർട്ട് റിന്യൂവലിന് പോകേണ്ട ഡേറ്റ്. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, മാതാവേ നീ എനിക്ക് വീട് തരുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് ജനുവരി 15-നുള്ളിൽ എനിക്കൊരു ഉത്തരം തരണം. ജനുവരി 15 രാവിലെ എനിക്ക് മെയിൽ വന്നു, നിങ്ങളുടെ അപ്ലിക്കേഷൻ ഓണർ അക്സെപ്റ്റ് ചെയ്തു, നിങ്ങൾക്ക് ആ വീട് തരാൻ അവർ വില്ലിങ് ആണെന്ന് പറഞ്ഞുകൊണ്ട്. സോ ഞങ്ങൾ ഒത്തിരി നന്ദി പറഞ്ഞു. ആ നിമിഷം തന്നെ ഞങ്ങൾ തിരി കത്തിച്ച് പ്രാർത്ഥിച്ച് ഞങ്ങൾ മാതാവിനും ഈശോയ്ക്കും ഒത്തിരി നന്ദി പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് ആ വീട് കിട്ടി. എൻ്റെ ആ ഫ്രണ്ട് ഞങ്ങൾക്കുള്ള സാധനങ്ങളും കുറേയൊക്കെ അവരവിടെ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. സോ ഞങ്ങൾ ജനുവരി 12 ഞങ്ങൾ യാത്രയാവുകയാണ് ഓസ്ട്രേലിയയിലേക്ക്. മാതാവിൻ്റെ അനുഗ്രഹത്താൽ പുതിയ വീട്ടിലേക്ക്. ഇത്രയും ഞങ്ങൾക്ക് അനുഗ്രഹങ്ങൾ ഒരുക്കി തന്ന എൻ്റെ അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. ദേവമാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് സിജു. ആദ്യമായിട്ട് ആണ് ഞാൻ സാക്ഷ്യം പറയുന്നത്. കൃപാസനത്തെക്കുറിച്ച് ഞാൻ ആദ്യമായിട്ട് അറിയുന്നത് എൻ്റെ വൈഫിൽ നിന്ന് തന്നെയാണ്. പക്ഷേ സ്വാഭാവികമായിട്ട് ആ ഒരു ടൈമിൽ ഞാൻ ആദ്യം ചെയ്തതെന്ന് പറഞ്ഞാൽ എന്ന് കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞാലും വൈഫിനെ കളിയാക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ഇത്. സോ അങ്ങനെ കളിയാക്കിയ ഞാൻ, എന്നെ മാതാവ് ഇവിടെ കൊണ്ടുവന്ന് കളിയാക്കി എന്നെക്കൊണ്ട് സാക്ഷ്യം പറയിക്കുന്നുണ്ടെങ്കിൽ ആ മാതാവ് അത്രയും വലിയ മാതാവാണ്. എനിക്ക് കിട്ടിയ 2 മാതാവിൻ്റെ പ്രസൻസും 2 അനുഗ്രഹങ്ങളുമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് ഞങ്ങൾ 2022 ഏപ്രിൽ കുവൈറ്റിലാണ് ഉണ്ടായിരുന്നത്. നാട്ടിൽ വന്ന് റൂട്ടീൻ ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുമായിരുന്നു. സോ അങ്ങനെ റൂട്ടീൻ ഹെൽത്ത് ചെക്കപ്പ് ചെയ്തപ്പോൾ അൾട്രാസൗണ്ട് ചെയ്തപ്പോൾ അതിൽ റൂൾ ഔട്ട് ചെയ്തത് റൈറ്റ് കിഡ്നി യൂറിട്രും എല്ലാം ഫുൾ സ്റ്റോണാണ്. പക്ഷേ എനിക്ക് ഒരു തരത്തിലും ഒരു സിംറ്റംസ് ഇന്നേ വരെ ഉണ്ടായിട്ടില്ല, ഇപ്പോഴും ഇല്ല. കാരണം അത്രയധികം സ്റ്റോൺ ഉണ്ടായിരുന്നു. 22 mm, 18 mm മൾട്ടിപ്പിൾ സ്റ്റോണായിരുന്നു, യൂറിറ്റിലും ഉണ്ടായിരുന്നു. അങ്ങനെ അർജൻറ്റായിട്ട് സർജറി കഴിഞ്ഞു, ഞങ്ങൾ തിരിച്ചു പോയി. അപ്പോൾ ഞാൻ ഉടമ്പടി ഒന്നും എടുത്തിട്ടില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ നഴ്സുമാരാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ പുറത്തേക്ക് പോകാൻ വേണ്ടി OET എഴുതാൻ സർജറി കഴിഞ്ഞ് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ആദ്യത്തെ അറ്റംപ്റ്റിൽ എന്നെ 3 മൊഡ്യൂൾ കിട്ടി. ഒരെണ്ണം പോയപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് വിഷമം ഉണ്ടാവും. അതും കൂടി കിട്ടിയിരുന്നെങ്കിൽ ഓൾറെഡി വൈഫിന് കിട്ടിയതുകൊണ്ട് ഞങ്ങൾക്ക് വിത്തിൻ 2-3 മന്ത്സിൽ ഞങ്ങൾക്ക് പോകാമായിരുന്നു. പക്ഷേ എനിക്കത് പിന്നെ മനസ്സിലായി അത് എൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ളതായിരുന്നെന്ന്. കാരണം അത് ഫെയിലായി. അത് കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞ് ഫോളോ അപ്പ് ചെയ്തപ്പോൾ വീണ്ടും യൂറിറ്ററിൽ സ്റ്റോണാണ്. വീണ്ടും സർജറി ചെയ്തു. അത് കഴിഞ്ഞ് വീണ്ടും പോയിട്ട് എഴുതി. ഒരു മൊഡ്യൂൾ മാത്രം കിട്ടുന്നില്ല. അങ്ങനെ 4 സർജറി ടോട്ടൽ ചെയ്തു. 4 സർജറി ചെയ്തു. അപ്പോഴും OETയും കിട്ടിയിട്ടില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് ഒരു പ്ലാനിലുണ്ട്, അപ്പോൾ ഉടമ്പടി എടുക്കണം. അങ്ങനെ ഞാൻ 2023 ഓഗസ്റ്റിൽ 8-ാം തീയതി ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്ത് കഴിഞ്ഞ് വിത്തിൻ 28 ഡേയ്സിൽ
എൻ്റെ OET റിസൾട്ട് വന്നു. ഞാൻ അടുപ്പിച്ച് 2 വട്ടം കൂടി എഴുതിയായിരുന്നു. ആ 2 എക്സാമും ഞാൻ ക്ലിയറായി. പിന്നെ അത് കഴിഞ്ഞ് നവംബറിൽ അച്ഛൻ അവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നേരം അച്ഛനെ കാണാനുള്ളൊരു ഭാഗ്യം ഞങ്ങൾക്ക് കിട്ടി. അച്ഛൻ കിഡ്നി ആ സൈഡിൽ കൈവച്ച് പ്രാർത്ഥിച്ച് അച്ഛൻ പറഞ്ഞു, ഇനിയൊരു സർജറിയുടെ ആവശ്യം നിനക്ക് വരില്ല എന്ന് പറഞ്ഞു. അതിൽ പിന്നെ സത്യമാണ്, ഇതേവരെ എനിക്കൊരു സർജറി ചെയ്യേണ്ട വന്നിട്ടില്ല. പക്ഷേ സ്റ്റോണുണ്ട്, സ്റ്റോണ് ചെറുതായിട്ടുണ്ട്. പക്ഷെ അതൊരു ദൈവത്തിൻ്റെ ഗിഫ്റ്റാണെന്ന് ഞാൻ പറയും. കാരണം ചിലപ്പോൾ എല്ലാ അസുഖവും മാറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ദൈവത്തെ മറന്നുപോകും. സോ അതൊരു ഗിഫ്റ്റ് ഓഫ് ഗോഡായിട്ട് കണക്കാക്കുന്നു. പക്ഷേ എനിക്കൊരു വേദനയോ അല്ലെങ്കിൽ അതുകൊണ്ട് കിഡ്നിക്ക് ഒരു ബുദ്ധിമുട്ടോ ഒന്നും ഇപ്പം ഇല്ല. ആ ഒരു ഉടമ്പടി എടുത്ത് ആ ഒരു 1 മന്ത് സെപ്റ്റംബറിൽ മാതാവിൻ്റെ പെരുന്നാളാണ്. ആ 8 ദിവസവും എനിക്ക് മാതാവിനെ അനുഭവിക്കാൻ ഉള്ളൊരു ഇതാണ്, ആ ഒരു പ്രസൻസ്. നമുക്കത് എനിക്കെങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് അറിയില്ല. ആ 8 ദിവസവും എനിക്ക് തോന്നുന്ന ഒരു 8 ദിവസം 8 നോമ്പിൽ ഒരു 5-6 ഓട്ടമൊക്കെയാണ് ഇതുവരെ പോയിട്ടുള്ളൂ. പക്ഷേ 8 ദിവസവും ഞാൻ വൈഫും കൂടിയിട്ട് പ്രാർത്ഥനയ്ക്ക് പോയി. അന്നേരം ഒരു പ്രത്യേക ഒരു സ്പിരിറ്റായിരുന്നു. എന്താണെന്ന് എനിക്ക് ഇല്ല, മാതാവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നുകൊണ്ടായിരിക്കാം അത് ആ സ്പിരിറ്റ് എനിക്ക് കിട്ടിയത്. ആ 8 ദിവസവും 8 സ്ഥലത്തായിരുന്നു. കാരണം കുവൈറ്റിൽ പലയിടത്താണ് കുർബാന. 8 ദിവസവും ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് പോയി. അതിൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ ഞാൻ മാതാവിൻ്റെ പ്രസൻസ് അനുഭവിച്ച ആളാണ്. രണ്ടാമതായിട്ട് ഞാൻ എൻ്റെ ഒരു എക്സാമിന് ന്യൂസിലാൻഡ് ഓസ്കി എക്സാമിന് വേണ്ടിയിട്ട് ന്യൂസിലാൻഡ് പോയപ്പോഴായിരുന്നു എനിക്ക് ഇത് അറിയുമെന്നറിയില്ല. ഒരു 4 to 5 lakhs നമുക്ക് ആ എക്സാമിന് ചിലവ് വരും മൊത്തത്തിൽ. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പോകുന്നതിന് മുമ്പ് വരെ ഒരു വീക്കിലി ഒരു 80 ആൾ എഴുതിയാൽ ഒരു 20-ന് താഴെ മാത്രമേ ജയിക്കുന്നുള്ളൂ, ബാക്കിയെല്ലാം ഫെയിലാണ്. അങ്ങനെയായിരുന്നു ആ ഒരു ടൈമിൽ. ഞാൻ അവിടെ ചെന്ന് ഒരാഴ്ച ട്രെയിനിങ്ങിന് വേണ്ടി ചെന്നു. 2-ാമത്തെ ദിവസം തന്നെ എനിക്ക് മനസ്സിലായി ഇത് മുന്നോട്ട് പോവില്ല. വൈകിട്ട് വന്ന് ഞാൻ വൈഫിനെ വിളിച്ച് പറഞ്ഞു, നടക്കും തോന്നുന്നില്ല, എനിക്കിപ്പോൾ ഒരു ഫ്ലൈറ്റ് കിട്ടുകയാണെങ്കിൽ ഞാൻ തിരിച്ച് വന്നേനെ, വെറുതെ പൈസ കളയണ്ടല്ലോ എന്നുള്ള രീതിയിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞു, മാതാവിൻ്റെ കാശ് രൂപവും ഉപ്പും എല്ലാം കൊണ്ടാണ് പോയത്. അപ്പോൾ അത് വെച്ച് ധൈര്യമായിട്ട് പൊക്കോ, റിസൾട്ട് എന്തായാലും മാതാവ് കാത്തുകൊള്ളും എന്ന് പറഞ്ഞു. സോ ആ പിറ്റേ ദിവസം 3-ാമത്തെ ദിവസം ഞാൻ 2 ദിവസം എന്നെക്കൊണ്ട് ഒന്നും നടന്നില്ല. 3-ാമത്തെ ദിവസം ആ തൈലം എൻ്റെ നാക്കിൽ പുരട്ടിയിട്ട് ഞാൻ സ്റ്റേഷൻ പെർഫോം ചെയ്തപ്പോൾ അത്ഭുതം എന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റില്ല, അത്ര നന്നായിട്ട് ഞാൻ പെർഫോം ചെയ്തു. ആ ഒരു കോൺഫിഡൻസിൽ ഞാൻ ഒരാഴ്ച കഴിഞ്ഞ് എക്സാം എഴുതാൻ പോയി. ഞാൻ ഈ സാക്ഷ്യങ്ങളിലൊക്കെ കേട്ടിട്ടുണ്ട്, ഈ കാശ് രൂപം നമുക്ക് കയറുന്നതിന് മുമ്പ് നമ്മൾ ലെറ്ററിൽ സൈൻ ചെയ്ത് കൊടുക്കണം. ഒരു ചെയിനോ ഒരു റിങ്ങോ ഒന്നും തന്നെ നമുക്ക് അകത്ത് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് ഈ കാശ് രൂപ എങ്ങനെയെങ്കിലും ഒന്ന് കൊണ്ടുപോകണം എന്നുണ്ട്. അപ്പോൾ ഞാൻ സാക്ഷ്യങ്ങളിലൊക്കെ കേട്ടിട്ടുണ്ട്, ഈ നമ്മുടെ ബനിയനിലൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ ഉണ്ട്. അങ്ങനെ ഞാനും ചെയ്തു, ഞാനും പോയി. എനിക്ക് 1% പോലും ഭയം എന്നുള്ള ഒരു ആ എക്സാമിന് ഇരുന്നപ്പോൾ ഇല്ലായിരുന്നു. അത് എനിക്ക് മാതാവിൻ്റെ സാന്നിധ്യം ഉണ്ടെന്ന് എനിക്ക് 100% മനസ്സിലായ ഒരു സമയമായിരുന്നു. ആദ്യം കയറി 5 സ്റ്റേഷനും അവിടെ ഇരുന്ന എക്സാമിനർ പോലും അത്രയ്ക്കും മീൻസ് ഇവൻ എവിടെ നിന്ന് വരുന്നു ഇങ്ങനെ ഒരു കോൺഫിഡൻസിൽ സംസാരിക്കാൻ, ആ ഒരു ഇത് അവരുടെ മുഖത്ത് എനിക്ക് കാണാൻ പറ്റുമായിരുന്നു. ഞാൻ പാസ്സാവോ ഫെയിലാവോ എന്ന് ഞാൻ മൈൻഡ് ചെയ്തില്ല. പക്ഷേ എനിക്ക് ആ ഓരോ സ്റ്റേഷൻ കയറുന്നതിന് മുമ്പും ഞാൻ ആ കാശ് രൂപത്ത് തൊട്ട് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പെർഫോം ചെയ്ത്. 5 സ്റ്റേഷൻ നന്നായി ചെയ്തു. 6-ാമത്തെ സ്റ്റേഷൻ കയറാൻ ചെന്നപ്പോൾ കാശ് രൂപം അവിടെ ഇല്ല. അത് ഈ ഓരോ റൂമിൽ കയറി ഇറങ്ങി അത് മിസ്സായിപ്പോയി. സോ എന്നാലും ഞാൻ 10 സ്റ്റേഷൻ കഴിച്ചു, കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ എക്സാം എല്ലാം കഴിഞ്ഞ് നമ്മളെ ഒരു ഹാളിൽ കൊണ്ടുവന്ന് ഇരുത്തും. ആ ഹാളിൽ കൊണ്ടുവന്ന് ഇരുത്തുമ്പോൾ എക്സാമിനർ ഈ കാശ് രൂപം പിടിച്ചുകൊണ്ട് വന്നു, ഇത് ആരുടെയാണെന്ന് ചോദിച്ചു. അപ്പം നമുക്ക് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡേ ഉള്ളൂ. കാരണം അവർ ഈ സത്യസന്ധതയ്ക്ക് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നതാണ്. നുണ പറഞ്ഞു കഴിഞ്ഞാൽ അവർ കണ്ടുപിടിച്ചാൽ നമ്മുടെ എക്സാം ഫെയിലാവും. പക്ഷേ എനിക്ക് കാശ് രൂപം വേണം, ഞാൻ വേറെ ഒന്നും ചിന്തിച്ചില്ല, ഞാൻ പറഞ്ഞു എൻ്റെ ആണെന്ന് പറഞ്ഞു. സോ അവരൊരു പുഞ്ചിരിയോടുകൂടി എനിക്കത് തന്നിട്ട് അവർക്ക് മനസ്സിലായി അതൊരു ഗോഡാണെന്നുള്ളത്. സോ അവരെനിക്ക് തന്നു, അത് കഴിഞ്ഞ് പോയി. അത്ഭുതം എന്ന് പറയട്ടെ, ഞാൻ ആ എക്സാം പാസ്സായി. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെ പരീക്ഷിക്കാൻ വേണ്ടി, കാരണം ഞാൻ ആ ഒരു
ഇത് കഴിഞ്ഞ് ഞാൻ അവിടെ അമ്മേനെ നെഗ്ലക്റ്റ് ചെയ്തെങ്കിൽ, ഞാൻ അറിയാത്തതുപോലെ ഇരുന്നെങ്കിൽ 100% ഞാൻ ഫെയിലായിരിക്കും. അപ്പോൾ അത് അമ്മ എന്നെ ഒന്ന് പരീക്ഷയാണ്, 100% എനിക്ക് ഉറപ്പാണ്. കാരണം ഞാൻ റൂമിൽ വന്ന് നോക്കിയപ്പോഴും ഞാൻ ആ സ്റ്റിച്ച് ചെയ്ത ആ നൂല് പൊട്ടിയിട്ടില്ല. പൊട്ടിക്കഴിഞ്ഞാലേ അത് രൂപം താഴെ പോവുള്ളൂ. പൊട്ടിയിട്ടില്ല. ഞാൻ എന്നിട്ട് വൈഫിനും കാണിച്ചു കൊടുത്തു. സോ 100% ഞാൻ വിശ്വസിക്കുന്നു മാതാവ് എന്നെ പരീക്ഷിച്ചാണ് എന്ന്. അത് വേറൊരു അത്ഭുതം എന്ന് പറയുന്നത്, അതുവരെ ഭയങ്കര ടഫായിരുന്ന എക്സാം ഞാൻ എഴുതിയ ആ ബാച്ച് തൊട്ട് അവർ എന്തോ കംപ്ലൈൻ്റൊക്കെ ചെന്ന് കുറച്ചുകൂടി എക്സാം ലിബറലായിട്ട് കറക്ഷൻ ചെയ്യണം എന്നുള്ളൊരു ഓർഡർ വന്ന് 1 മന്ത് ഹോൾഡ് ചെയ്തു എൻ്റെ ആ ബാച്ച് തൊട്ട്. അതുകൂടി എനിക്ക് പൂർണ്ണമായും ഉറപ്പായിരുന്നു അത് മാതാവിൻ്റെ ഒരു ഇടപെടൽ മൂലമാണെന്നുള്ളത്. സോ അതൊരു വലിയൊരു അനുഗ്രഹമാണ്. പിന്നെ ഞാൻ എന്ന് ഈ കൃപാസനത്തിൽ വന്നാലും എൻ്റെ ഒരു ഏതെങ്കിലും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരിത് അത് ഈ അകത്ത് കയറുമ്പോൾ എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് എൻ്റെ അവിടെ നിന്ന് ഗുഡ് സ്റ്റാൻഡിങ് 6 മാസമായിട്ട് ട്രൈ ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കുവൈറ്റിൽ നിന്ന്. സോ ഇവിടെ വന്ന് ഞാൻ ലീവിന് വരുന്നതിന് മുമ്പ് ജസ്റ്റ് അപ്ലൈ ചെയ്ത് വന്നു. ഇവിടെ വന്ന് എടുത്തു നോക്കിയപ്പോൾ, ഇവിടെ വന്ന് നമ്മൾ പ്രാർത്ഥിച്ച് മൊബൈൽ നോക്കുമ്പോൾ കാണുന്നത് അത് അപ്രൂവലായി എന്ന് പറഞ്ഞിട്ടാണ്. അതേപോലെ ഒരു പ്രാവശ്യം വന്നപ്പോഴാണ് വൈഫിന് ഇൻ്റർവ്യൂ കിട്ടിയതും. പിന്നെ ഇന്നലെ രാത്രി 7 മണിക്കാണ് ഇവിടെ വന്നത്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് മൊബൈൽ എടുത്ത് നോക്കുമ്പോൾ എനിക്ക് അവിടെ നിന്ന് കിട്ടാനുള്ള എൻ്റെ സെറ്റിൽമെൻറ്റ് മണി അതും ഇന്നലെ എനിക്ക് ക്രെഡിറ്റായി. സോ എനിക്ക് ഇവിടെ വരുമ്പോൾ എന്നും ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഇത് എനിക്ക് കിട്ടിയിട്ടുണ്ട്. എനിവേ ഇത്രയും അനുഗ്രഹം തന്ന മാതാവിന് കോടാനുകോടി നന്ദി. ഈശോയ്ക്കും. ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം പറയുന്നത് ഉടമ്പടി പത്രം ക്രിസ്ത്യൻസ് ആയിട്ടുള്ളവർക്കും നോൺ ക്രിസ്ത്യൻസ് ആയിട്ടുള്ളവർക്കും ഞങ്ങൾ പത്രങ്ങൾ കൊടുക്കുമായിരുന്നു. കൃപാസന പത്രം വീടുകളിൽ കയറി ഞങ്ങൾ കൊടുക്കുമായിരുന്നു. പിന്നെ ഹോസ്പിറ്റലുകളിൽ പോയി രോഗികളിൽ പത്രങ്ങൾ കൃപാസന പത്രം കൊടുക്കും. പിന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡും ഉടമ്പടി ധ്യാനവും സാക്ഷ്യങ്ങളും പ്രാർത്ഥനകളും എല്ലാം ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ സ്റ്റാറ്റസായിട്ടും ഫേസ്ബുക്കിലൂടെയൊക്കെയും ഞാൻ ഷെയർ ചെയ്യും. എൻ്റെ ഫ്രണ്ട്സിന് ഞാൻ അയച്ചു കൊടുക്കും, സാക്ഷ്യങ്ങളൊക്കെ അയച്ചു കൊടുക്കും. അങ്ങനെ പ്രേക്ഷിത വേല ചെയ്യുമായിരുന്നു. കാരുണ്യ പ്രവൃത്തി എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് അവിടെ ഒരു ഓർഫനേജ് ഉണ്ട് വീടിനടുത്ത്. ഞങ്ങൾ കുടുംബമായി അവിടെ ഓർഫനേജിൽ ഞങ്ങൾ പോകും. അവിടെ കുറേ അപ്പച്ചന്മാരും അമ്മച്ചിമാരും ആരോരും ഇല്ലാത്തവർ, അവർ ഞങ്ങൾ ചെല്ലുമ്പോൾ ഞങ്ങൾ ഭയങ്കര കാര്യമാണ്. അവരുമായിട്ട് പോകും, അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. ഞങ്ങളുടെ ആരുടെയെങ്കിലും ബർത്ത്ഡേ സെലിബ്രേഷൻസ്, ആനിവേഴ്സറി അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങൾ അവരുടെ കൂടെയാണ് പോയി ആഘോഷിക്കുന്നത്. അവർക്ക് മന്ത്ലി നമ്മൾ ഫുഡ് എന്താവശ്യം ഉണ്ടെങ്കിലും ഞങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കും. സാമ്പത്തികമായി ഞങ്ങൾ ആരും ഞങ്ങളുടെ അടുത്ത് കൈനീട്ടി വന്നാലും ഞങ്ങൾ അവർക്ക് ഞങ്ങളെക്കാൾ കഴിയുന്ന സഹായം ഞങ്ങൾ ചെയ്യും. പിന്നെ ഹോസ്പിറ്റലിൽ പൊതിച്ചോറുകൾ കെട്ടി കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് കാരുണ്യ പ്രവൃത്തി ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ മോളുടെ സ്കൂളിൽ മോളാണെന്നുണ്ടെങ്കിൽ കൃപാസന പത്രം അവൾ എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചുകൊണ്ട് പോകുമായിരുന്നു. അവളുടെ ക്ലാസ്സിൽ അവളുടെ ഫ്രണ്ട്സിന് കൊടുക്കും. പിന്നെ അവളുടെ ഫ്രണ്ട്സ് അവൾ പറയാറുണ്ട്, ഫ്രണ്ട്സ് പഠിക്കാൻ ബാക്കിലായിട്ടുള്ളവരും പഠിക്കാൻ മനസ്സിലാവുന്നില്ല, അങ്ങനെയൊക്കെ അവളോട് വിഷമങ്ങൾ പറയുന്ന ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഫാമിലി ആയിട്ടുള്ള ഇഷ്യൂസ് അവളുടെ ചില ഫ്രണ്ട്സുകൾ സംസാരിക്കുമ്പോൾ അവൾ മാതാവിനെ ഈശോയെയും പറ്റി അവൾ പറഞ്ഞു കൊടുക്കും. അങ്ങനെ അവളുടെ കഴിയുന്ന പോലെ അവൾ പ്രേക്ഷിത വേല ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ന്യൂസിലാൻഡിലായിരുന്ന സമയത്ത് അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് 2 വട്ടം സുഗന്ധാഭിഷേകം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന തിരിയിൽ നിന്ന്, നീലത്തിരിയിൽ നിന്ന് ഞങ്ങൾക്ക് മാതാവിൻ്റെ 2 പ്രാവശ്യമായിട്ട് ഞങ്ങൾക്ക് മാതാവിൻ്റെ രൂപം കിട്ടി. പിന്നെ ഞങ്ങൾക്ക് കുവൈറ്റിൽ വെച്ചും നാട്ടിൽ വന്നതിന് ശേഷം ഞങ്ങൾക്ക് നീലത്തിരിയിൽ നിന്നാണ് കിട്ടാറുള്ളത്. അത് ഉരുകി വീഴുന്നത് 2 പ്രാവശ്യവും ഞങ്ങൾക്ക് വലിയൊരു ഹാർട്ട്, മാതാവിൻ്റെ ഈശോയുടെ ഹൃദയം ഞങ്ങൾക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ, ചെറുതും വലുതുമായ കുറേ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിന് ഈശോയ്ക്കും കൊടാനുകോടി നന്ദി പറയുന്നു. ഞങ്ങളെന്നും അമ്മയോടും ഈശോയോടും ചേർന്നിരിക്കും. അമ്മയുടെയും ഈശോയപ്പായുടെയും പ്രേക്ഷിത വേല ചെയ്ത് മുന്നോട്ട് പോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിന് ഈശോയും മാതാവും ഞങ്ങൾക്ക് ഇടയാക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്, എല്ലാവരോടും പറയാനുള്ളത്, നമ്മുടെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിലും ഈ അമ്മയെ വിളിച്ച് ഒന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ, നമ്മൾ മാനുഷികമായി ഒത്തിരി തെറ്റ് ചെയ്യുന്നവരാണ്, നമ്മൾ മനുഷ്യരാണ്. പക്ഷെ നമ്മുടെ തെറ്റുകളിൽ നമ്മൾ അനുദപിച്ച്, എന്നും നമ്മൾ ചെയ്തു പോയ തെറ്റുകൾ അനുദപിച്ച് നമ്മൾ പ്രാർത്ഥിച്ച് മാതാവിൻ്റെ ഈശോയുടെയും സന്നിധിയിൽ നമ്മൾ കരഞ്ഞു പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും കൈവിടത്തില്ല. അത് ഞങ്ങളുടെ ജീവിത അനുഭവമാണ്. ഇത്രയും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് സേറ. ഞാൻ 7th ഗ്രേഡിലാണ് പഠിക്കുന്നത്. ഞാൻ ഇന്ന് ഇവിടെ പറയാൻ വന്നതെന്ന് വെച്ചാൽ,
എൻ്റെ ലൈഫിൽ മാതാവ് ഈശോയും വന്നത് പിന്നെ എനിക്ക് വന്ന വലിയ ചേഞ്ചസാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ കുവൈറ്റിലായിരുന്നപ്പോൾ എനിക്ക് പള്ളിയിൽ പോകുന്ന കേട്ടാലേ എനിക്ക് പോകാൻ ഭയങ്കര മടിയാണ്. സൺഡേ സ്കൂളിൽ പോകാൻ എനിക്ക് ഇഷ്ടമില്ലായിരുന്നു. ബൈബിളൊക്കെ ഞാൻ വളരെ കുറവായിരുന്നു റീഡ് ചെയ്യുന്നത്. ഞാൻ പിന്നെ നവംബറിൽ അച്ഛൻ കുവൈറ്റിൽ 7, 8, 9 ആ ഡേറ്റ്സിൽ വന്നപ്പോൾ മമ്മി എന്നോട് പറഞ്ഞു, സാറാ അച്ഛൻ വരുന്നുണ്ട്, നിൻ്റെ ബർത്ത്ഡേൻ്റെ അന്നൊക്കെയാണ് വരുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഞാൻ എന്നിട്ട് മമ്മി ഞാനും എല്ലാവരും പപ്പ എല്ലാവരും കൂടെ ധ്യാനം കഴിഞ്ഞപ്പോൾ ഞാൻ അച്ഛനെ പോയി കണ്ടു. അച്ഛൻ എനിക്ക് ബ്ലെസ്സിങ്സ് തന്നു എൻ്റെ ബർത്ത്ഡേക്ക് വിഷായിട്ട്. ഞാൻ അന്ന് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അന്നേരം മമ്മി പറഞ്ഞു, സാറാ നിനക്ക് മാതാവ് ബ്ലെസ്സിങ് തന്നെ, അത് നീ എപ്പോഴും ഓർത്ത് നീ ഒരു ബെറ്റർ പേഴ്സൺ ആവണമെന്ന് മമ്മി എനിക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. ഞാൻ നാട്ടിൽ വന്ന് പിന്നെ മമ്മിയും പപ്പയും പോയപ്പോൾ എനിക്ക് കുറേ ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നു. ഇവനും ഞാനും എൻ്റെ ഗ്രാൻഡ് പാരൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കുറേ ഡിഫിക്കൽട്ടീസ് വന്നപ്പോൾ വീട്ടിൽ കുറേ ആർഗ്യുമെൻറ്റ്സ് ഉണ്ടായിരുന്നു. ഞാനാണെങ്കിൽ പപ്പയോടും മമ്മിയോടൊന്നും പറയാറില്ല ഇത്, ബിക്കോസ് അവർ ആർഗ്യൂ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഹാർഡാണ് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ എനിക്കിത് മാതാവിനോട് മാത്രമേ ഇതൊക്കെ എനിക്ക് പറയാൻ പറ്റിയിട്ടുള്ളൂ. അത് പിന്നെ കഴിഞ്ഞിട്ട് 2024 ഭയങ്കര ഒരു ഹാർഡ് ഇയർ ആയിരുന്നു എനിക്ക്. അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മമ്മിയും പപ്പയും വന്നപ്പോൾ ഈ ഇയർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് എൻ്റെ മേലെ തന്നെ കുറേ ചേഞ്ചസ് വന്ന് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ബൈബിൾ വായിക്കില്ലായിരുന്നു. എനിക്ക് പള്ളിയിൽ പോകാനൊന്നും പറ്റില്ലാത്ത എനിക്ക് തന്നെ അറിയില്ല, ഞാൻ തന്നെ ചേഞ്ച് ആവുണ്ടായിരുന്നു. എനിക്ക് കുറേ പുതിയ ഫ്രണ്ട്സിനെ കിട്ടി. അവർ തന്നെ ഞങ്ങൾ പിന്നെ ഗ്രൂപ്പ് ഉണ്ടാക്കി, ഞങ്ങൾ ക്രിസ്ത്യൻ ഗ്രൂപ്പ് ഉണ്ടാക്കി. അങ്ങനെ കുറേ പേര് എനിക്ക് അറിയാൻ പറ്റി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ കുറച്ച് മാസം മുന്നേ കുറേ പേര് എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, സാറാ എനിക്ക് ഇങ്ങനത്തെ പ്രശ്നമുണ്ട്, എനിക്കറിയില്ല ഇവരൊന്നും, എനിക്ക് ഇങ്ങനെ പ്രശ്നമുണ്ട്, നീ എന്നെ കുറച്ച് ഹെൽപ്പ് ചെയ്യുമോ? എനിക്ക് തന്നെ അറിയില്ല. ഞാൻ അവരോട് തന്നെ മാധവനും ഈശോനും കുറേ കാര്യം ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ അവർ ഭയങ്കര ഹാപ്പിയായി. അവരെന്നെ കുറേ കോംപ്ലിമെൻറ്റ് ചെയ്തു. എനിക്കതൊക്കെ ഭയങ്കര കംഫർട്ടിങ് ആയി. പിന്നെ ഈ ഇയറിൽ ഞാൻ കുറേ കാര്യം പഠിച്ചു. കഴിഞ്ഞ വർഷമൊന്നും എനിക്ക് ദൈവത്തിനെ പറ്റി അധികം ഒന്നും അറിയില്ലായിരുന്നു. ഞാൻ ഈ പ്രാവശ്യം എങ്ങനെ ഗോഡിൻ്റെ കുറേ റൂൾസ് പഠിച്ചു, എങ്ങനെ ഒബൈ ചെയ്യണം, എങ്ങനെ ഫൊർഗീവ് ചെയ്യണം എന്നൊക്കെ ഞാൻ കുറേ നല്ല കാര്യങ്ങൾ പഠിച്ചു. എനിക്ക് കഴിഞ്ഞ 2024 വന്ന കുറേ ഡിഫിക്കൽട്ടീസൊക്കെ ഞാൻ ഈ ഇയറിലാണ് മനസ്സിലാക്കിയത്. മേ ബി ഇത്രയും ഭയങ്കര പാടായിട്ടോ വന്ന എല്ലാ പ്രോബ്ലംക്കും ഞാനാണെങ്കിൽ ഭയങ്കര മെൻ്റലി സ്ട്രോങ് ആയി. ഞാനിപ്പോൾ എനിക്കിപ്പോൾ ആര് പറഞ്ഞാലും എനിക്കൊരു പ്രശ്നമില്ല. ഞാനാണെങ്കിൽ എപ്പോൾ പോയാലും എനിക്ക് ഭയങ്കര ബ്രേവ് ആൻഡ് കോൺഫിഡൻ്റ് ആണ്. ഞാനിനി മേ ബി കഴിഞ്ഞ വർഷം ഇത്രയും വന്ന പ്രോബ്ലംസൊക്കെ ഞാൻ ഇനി ഓസ്ട്രേലിയയിൽ പോകുമ്പോൾ എനിക്ക് ഇതിനേക്കാളും വേഴ്സ് വരാനായിരിക്കും. അപ്പോൾ ഇതിനൊക്കെ വേണ്ടി എനിക്ക് മാധവ് ഈശോനെ എനിക്ക് മെൻ്റലി സ്ട്രോങ് ആക്കി വിടാനായിരുന്നു എന്ന് എനിക്ക് അറിയാം. ഇപ്പോൾ ഞാൻ സ്കൂളിൽ പത്രം കൊടുക്കും. ഞാൻ എൻ്റെ ഫ്രണ്ട്സിന് ഇങ്ങനെ കുറേ പേര് കൃപാസനത്തെ പറ്റി പറയാറുണ്ട്. ഇത്രയും പറഞ്ഞ് ഞാൻ നിർത്തുന്നു. ഞാൻ മാധവൻ ഈശോന് ലോട്ട്സ് ഓഫ് ലവ് ആൻഡ് താങ്ക്സ്. പ്രഭാഷകൻ്റെ പുസ്തകം 2-ാം അധ്യായം 5ഉം 6ഉം തിരുവചനങ്ങൾ. എന്തെന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു, സഹനത്തിൻ്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യമായ മനുഷ്യരും. കർത്താവിൽ ആശ്രയിക്കുക, അവിടുന്ന് നിന്നെ സഹായിക്കും. സിജുവിൻ്റെയും രശ്മിയുടെയും വളരെ ശക്തമായ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നമ്മോട് ഇവിടെ പങ്കുവച്ചത്. നമുക്ക് മനസ്സിലാകുന്നത് ഉടമ്പടിയുടെ എല്ലാ കണ്ടൻറ്റുമുള്ള ഒരു വലിയ സാക്ഷ്യമാണിത്. ഒരു കുടുംബം പരിശുദ്ധ അമ്മ ക്രമീകരിക്കുന്ന ഉടമ്പടി ജീവിതത്തിലൂടെ അവർ മുന്നേറിക്കൊണ്ട് ഈശോയിലുള്ള വിശ്വാസം തലമുറകളിലേക്ക് കൈമാറുവാൻ മാത്രം അവരെ പരിപക്വമാക്കിയ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൻ്റെയും ഈശോയുടെ അഭിഷേകം നിറഞ്ഞ ഒരു വലിയ അനുഭവ സാക്ഷ്യമാണ് അവരിപ്പോൾ നമ്മോട് പങ്കുവച്ചത്. സിജു ഇവിടെ പങ്കുവയ്ക്കുകയായിരുന്നു, ഞാൻ എപ്പോഴെല്ലാം പരിശുദ്ധ അമ്മയെ ഓർത്ത് എവിടെയെങ്കിലും ഒരു രജിസ്ട്രേഷൻ ചെയ്തു, ഓൺലൈൻ രജിസ്ട്രേഷൻ ആയാലും ഇവിടെ വന്ന് കാലുകുത്തി ഇവിടെ വന്ന് പരിശുദ്ധ അമ്മയെ കണ്ട് ഈശോയിൽ നിന്ന് ഒരു ബൈ പറഞ്ഞു പോകുമ്പോഴായാലും അവിടെയെല്ലാം എൻ്റെ ജീവിതത്തിൻ്റെ വലിയ വലിയ ഇമ്പോർട്ടൻ്റ് തീരുമാനങ്ങൾക്ക് ഈശോ ഉത്തരം നൽകിയ ദിവസങ്ങളായിരുന്നുവെന്ന് നമുക്കറിയാം. നാം എവിടെയായിരുന്നാലും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ നാം എപ്പോഴെങ്കിലും രജിസ്റ്റർ ചെയ്യുന്നുണ്ടോ, മനസ്സിലായാലും പേപ്പറിലായാലും കമ്പ്യൂട്ടറിലായാലും ഓൺലൈനിലായാലും നാം രജിസ്റ്റർ ചെയ്യുന്ന എല്ലാ നിമിഷങ്ങളിലും പരിശുദ്ധ അമ്മ ഒരു ഗ്രീൻ സിഗ്നൽ കൊടുത്ത് അവർക്ക് സൈൻ കൊടുക്കുന്ന സാമീപ്യത്തിൻ്റെയും സൗഖ്യത്തിൻ്റെയും അതുപോലെ തന്നെ സമയച്ചുരുക്കത്തിൻ്റെയും ജീവിതഭാരം കുറയ്ക്കുന്നതിൻ്റെയും
അവരുടെ സ്റ്റാറ്റസിനെ ഉയർത്തുന്നതിൻ്റെയും എല്ലാം അവർക്ക് സമൃദ്ധി നൽകുന്നതിൻ്റെയും എല്ലാ ഉടമ്പടി കണ്ടൻറ്റുകളും നിറഞ്ഞ ഒരു വലിയ സാക്ഷ്യമാണിത്. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. നാം എപ്പോഴെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി മാധ്യസ്ഥം ഉപേക്ഷിക്കുന്നുവോ അവിടെയെല്ലാം പരിശുദ്ധ അമ്മ നമ്മെ അഭിഷേകം കൊണ്ട് നിറയ്ക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാം. ഇനി വേറെ ഒരുപാട് സ്ട്രഗിളിലൂടെ കടന്നുപോയപ്പോൾ സിജു പ്രസ്താവിച്ചതുപോലെ ഞാൻ എൻ്റെ 5 സ്റ്റേഷനിലും എൻ്റെ അമ്മ കൂടെ വന്നു. ഒരല്പം പരീക്ഷണമെന്നോണം ഞാൻ എവിടെയാണോ എൻ്റെ അമ്മയെയും ഈശോയെയും ഞാൻ നെഗ്ലക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ളത് അവിടെ ഞാൻ ഈശോയെ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് കൊണ്ട് ഒരു സ്വർണം നഷ്ടപ്പെടാനുള്ള ഒരു തങ്കം നഷ്ടപ്പെടാനുള്ള ഒരു ചാൻസ് പോലെയായിരുന്നു അത്. ഞാൻ പരിശുദ്ധ അമ്മയെ കൈവിട്ടില്ല, അത് എൻ്റേതാണ്, ആ കാശുരൂപം എൻ്റേതാണെന്ന് പറയാനുള്ള ചങ്കൂറ്റവും ധൈര്യവും അദ്ദേഹം പ്രസ്താവിക്കുന്നു. എനിക്ക് എല്ലാ സ്റ്റേഷനിലും എൻ്റെ ഇൻ്റർവ്യൂസിൽ എപ്പോഴും വലിയ കോൺഫിഡൻസ് നൽകി. രശ്മിക്കും അത് തന്നെയാണ്. എൻ്റെ കോൺഫിഡൻസ് എനിക്ക് ഒരിക്കലും നഷ്ടപ്പെട്ടില്ല. ഈ കോൺഫിഡൻസ് നമുക്ക് നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. ഉടമ്പടി എടുത്ത് 28 ഡേയ്സിൽ സമയ ചുരുക്കത്തിൻ്റെ അമ്മ ഇവരുടെ OET പാസ്സാക്കി കൊടുത്തൊരു വലിയ ഇവരുടെ എല്ലാ സാക്ഷ്യങ്ങളിലും പരിശുദ്ധ അമ്മ ഇവരെ ഈശോയിലേക്ക് കൈപിടിച്ച് നടത്തുന്ന ഒരു വലിയ അനുഭവം അവർക്കുണ്ടായി. നാം ഉടമ്പടി എടുക്കുമ്പോൾ നമുക്ക് ഉറപ്പ് ലഭിക്കുന്നതും ഉറപ്പ് കൊടുക്കുന്നതും ഉറപ്പേകുന്നതുമായ അനുഭവ സാക്ഷ്യങ്ങൾ നമുക്കുണ്ടാകുമ്പോൾ നമുക്ക് ലോകത്തോട് ഏറ്റുപറയാനുള്ളത് ക്രിസ്തു സാക്ഷ്യമാണ്, ക്രിസ്തു കൈമാറ്റമാണ്. വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നത് പോലെ ക്രിസ്തു എന്നിൽ രൂപപ്പെടുന്നത് വരെ ഞാൻ ഈറ്റുനോവ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. ഈശോയെ അനുഭവിച്ച നിമിഷം മുതൽ പൗലോസ്ലീഹയ്ക്കുള്ള അനുഭവം പോലെ തന്നെ പരിശുദ്ധ അമ്മ നമ്മെ ഈശോയിലേക്ക് അടുക്കുമ്പോൾ പരിശുദ്ധ അമ്മ ഒരിക്കലും ഈശോ രക്ഷകനാണോ എന്ന് സംശയിച്ചിട്ടില്ല. കാലിത്തൊഴുത്തിൽ ജനിച്ചപ്പോഴും ഈശോയെ കാണാതെയായപ്പോഴും ഈശോ കുരിശിൽ കിടന്നപ്പോഴും ഒന്നും മറ്റുള്ളവർ നാം ഓരോരുത്തരും സംശയിച്ചതുപോലെ പരിശുദ്ധ അമ്മ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് ഈശോയെ സാക്ഷ്യപ്പെടുത്തിയ വലിയ സൗഖ്യത്തിൻ്റെയും അനുഭവങ്ങളുടെയും സാക്ഷ്യമാണിത്. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നമുക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് സിജുവിൻ്റെയും രശ്മിയുടെയും സാക്ഷ്യത്തോട് നമ്മുടെ അനുഭവങ്ങളെയും നമ്മുടെ നിയോഗങ്ങളെയും ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് നല്ലൊരു കയ്യടിയോടെ ഈ സാക്ഷി നമുക്ക് എൻ്റെ പേര് നീത, ഇതെൻ്റെ ഹസ്ബൻഡ് ജനേഷ്. ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ 2ാമത്തെ സാക്ഷിയാണ്. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ രണ്ടാമതും നിന്ന് എനിക്ക് സാക്ഷ്യം പറയാൻ അനുവദിച്ച ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും വളരെയധികം നന്ദി പറയുന്നു. ഒന്നാമതായിട്ട് ഞാൻ പറയുന്നത് എൻ്റെ ജോലി മേഖലയിൽ എനിക്കുണ്ടായിരുന്ന ഒരു പ്രതിസന്ധിയും അത് എനിക്ക് തരണം ചെയ്യാൻ പറ്റിയ കാര്യമാണ്. ഞാൻ ഒരു IT കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾക്ക് എല്ലാ വർഷവും പെർഫോമൻസ് അപ്രൈസൽ അതിൻ്റെ ഫീഡ്ബാക്ക് കിട്ടാറുണ്ട്. പക്ഷേ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ഭാഗമായിട്ട് എൻ്റെ പുതിയതായി വന്ന മാനേജർ എനിക്ക് വളരെ ലോ റേറ്റിംഗ് തന്നു. ആ ലോ റേറ്റിംഗിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫർദർ പ്രൊമോഷൻ, പിന്നെ നമുക്ക് കിട്ടാനുള്ള ഇൻക്രിമെൻറ്റ്, വേറെ പുതിയ പ്രോജക്റ്റ്, ഇതിനെല്ലാം ഇമ്പാക്റ്റ് ചെയ്യും. ഞാൻ ആക്ച്വലി 5 ഇയേഴ്സ് സെയിം പ്രോജക്റ്റിലായിരുന്നു. ഞാൻ എൻ്റെ ക്ലയൻറ്റൊക്കെ ആയിട്ട് നല്ല റിലേഷൻഷിപ്പിലായിരുന്നു. ഞാൻ ഒറ്റയ്ക്കായിരുന്നു എൻ്റെ ആ ഏരിയ ഹാൻഡിൽ ചെയ്തിരുന്നത്. അപ്പോൾ ആ ഒരു റേറ്റിംഗ് എനിക്ക് വളരെയധികം ഡിഫിക്കൽട്ട് ഉണ്ടായി അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട്. അപ്പം ഞാൻ എൻ്റെ ഇമ്മീഡിയറ്റ് മാനേജറിനും സൂപ്പർ മാനേജേഴ്സിനൊക്കെ ഞാൻ ഈ ഒരു പ്രതിസന്ധി ഉണ്ടായത് മൂലം ഞാൻ മീറ്റിംഗ്സ് ഷെഡ്യൂൾ ചെയ്തു. ആ എല്ലാ മീറ്റിങ്ങിലും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ഉണ്ടായിരുന്നു. വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ചാണ് ആ ഇൻ്റർവ്യൂ എനിക്ക് ഓരോ കോൾസും എനിക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് ആ ഒരു റേറ്റിംഗ് അല്ലെങ്കിൽ ആ ഒരു ലെവൽ എനിക്ക് തന്നത് വിത്തിൻ 2 months അത് റിലീസ് ചെയ്തു. അതിൽ നിന്നും എനിക്ക് ഒരു പിന്നെ ആ പ്രോജക്റ്റ് തന്നെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിച്ചു. അത് ആ പ്രതിസന്ധി തരണം ചെയ്ത പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം കൊണ്ട് തന്നെയാണെന്ന് ഞാൻ ഓർത്തു. ചിലപ്പോൾ ഞാൻ ഓർക്കും എന്തുകൊണ്ടാണ് എനിക്ക് അധികം കരച്ചിൽ വരാത്തത്. അപ്പോൾ ഞാൻ ഓർക്കും എന്നൊക്കെ മാതാവിൻ്റെ ഒരു സംരക്ഷണമാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചിരുന്നു. പിന്നെ രണ്ടാമതായിട്ട് ഞാൻ പറയുന്നത് ഞാൻ ഒരു പുതിയൊരു ഏരിയയിലേക്ക് പ്രോജക്റ്റ് കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ എനിക്കത് സാധിക്കുമായിരുന്നില്ല. ഞാനൊരു പല ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിരുന്നെങ്കിലും അവർ ഇൻ്റർവ്യൂവിൽ തന്നെ ചോദിച്ചു സെയിം ഏരിയ തന്നെ കണ്ടിന്യൂ ചെയ്താൽ പോരെ, എന്തിനാണ് പുതിയൊരു ഏരിയയിലേക്ക് വരുന്നത്. അങ്ങനെ ഞാനൊരു വിഷമസന്ധിയിൽ ഇരുന്നപ്പോൾ ഞാൻ മെയ് 5 ഞാനിവിടെ വന്ന് എൻ്റെ ഉടമ്പടി റിന്യൂ ചെയ്തിരുന്നു.
അത് എൻ്റെ ഒരു നിയോഗമായിരുന്നു. എൻ്റെ ഈ ഒരു ഏരിയ പുതിയൊരു പ്രോജക്റ്റിൽ അല്ലെങ്കിൽ പുതിയൊരു ഏരിയയിൽ എനിക്കൊരു പുതിയൊരു പ്രോജക്റ്റ് കിട്ടണമെന്നുള്ളത്. മെയ് 6 റിട്രീറ്റിൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ആരാധനമധ്യേ പറയുകയുണ്ടായി, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഡിസംബറിനപ്പുറം പോവുകയില്ല എന്ന്. ഞാനത് ഉറച്ചു വിശ്വസിച്ചു. എനിക്ക് ഡിസംബർ 2nd വീക്കിൽ ഒരു ഇൻ്റർവ്യൂ വന്നു. ആ ഇൻ്റർവ്യൂവിൽ വിശുദ്ധ വസ്തുക്കൾ ഞാൻ ഉപയോഗിച്ച്, വിശുദ്ധ തൈലവും വിശുദ്ധ ഉപ്പും ഞാൻ ഉപയോഗിച്ചിരുന്നു. ആ ഇൻ്റർവ്യൂ എനിക്ക് നന്നായിട്ട് അപ്പിയർ ചെയ്യാൻ സാധിച്ചു. എനിക്ക് പുതിയ പ്രോജക്റ്റായി. നാളെ എനിക്ക് ആ പ്രോജക്റ്റ് ഞാൻ ജോയിൻ ചെയ്യുകയാണ്. അപ്പം ഞാൻ മാതാവിന് കൊടുത്തൊരു വാക്കായിരുന്നു, പ്രോജക്റ്റ് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ വന്ന് ഞാൻ സാക്ഷ്യം പറയുമെന്ന്. പിന്നെ മൂന്നാമതായിട്ട് പറയാനുള്ളത്, എൻ്റെ ഉടമ്പടി വഴി എൻ്റെ ഹസ്ബൻഡിന് ലഭിച്ചൊരു അനുഗ്രഹമാണ്. ഹസ്ബൻഡും വർക്ക് ചെയ്യുന്നത് IT മേഖലയിലാണ്. ഒരു US ബേസ്ഡ് കമ്പനിയിലാണ്. അവരുടെ കമ്പനി വേറൊരു കമ്പനി ഏറ്റെടുത്തു. അതിൻ്റെ പാർട്ടായിട്ട് പഴയ കമ്പനിയുടെ ഒരു ഷെയർ എമൗണ്ട് അവർ ക്യാഷായിട്ട് ഇഷ്യൂ ഉണ്ടായി. പക്ഷേ എംപ്ലോയീസിന് കിട്ടുന്ന ഷെയറിൻ്റെ ഒരു ഭാഗം US ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ അവർ സബ്മിറ്റ് ചെയ്യുകയുണ്ടായി. ആക്ച്വലി നമ്മൾ ഇന്ത്യയിലാണ് ആ ടാക്സ് എമൗണ്ട് പേ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ US പേ ചെയ്തു, ഇന്ത്യയിലും പേ ചെയ്തു. അപ്പോൾ നമ്മുടെ ഒരു വലിയൊരു ഉത്തരവാദിത്വം ഉള്ളത് US അയച്ച് നമ്മൾ പേ ചെയ്ത എമൗണ്ട് നമ്മളത് റീഫണ്ട് ക്ലെയിം ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ അതിനുള്ള ഡോക്യുമെൻറ്റ്സ് എല്ലാം റീഫണ്ട് ക്ലെയിമിന് വേണ്ടിയിട്ട് ഡോക്യുമെൻറ്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്തു. അത് നമ്മൾ അവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റിനെ കോൺടാക്റ്റ് ചെയ്തു. അവർ അപ്രൂവ് ചെയ്തു. അവർ ചെക്ക് ഇഷ്യൂ ചെയ്യുകയും ചെയ്തു. പക്ഷേ നമുക്ക് ആ ടൈമായിട്ട് നമുക്ക് ആ ചെക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ആ US ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനെ കോൺടാക്റ്റ് ചെയ്തു. അവരോട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അവർ വീണ്ടും ആദ്യം ഇഷ്യൂ ചെയ്ത ചെക്ക് ക്യാൻസൽ ചെയ്തിട്ട് പുതിയൊരു ചെക്ക് ഇഷ്യൂ ചെയ്യുകയുണ്ടായി. എന്നാൽ അത് നമ്മൾക്ക് അവരയച്ചെങ്കിലും ഇത് ആക്ച്വലി നോർമൽ പോസ്റ്റൽ വഴിയാണ് അവർ അയക്കുന്നത്. അവരവിടെ നിന്ന് അയച്ചെങ്കിലും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു പ്രതിസന്ധി ഞങ്ങൾ ഇരിക്കുമ്പോൾ ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. ഇതൊരു നിയോഗമായിട്ട് എങ്ങനെ അത് നമ്മൾ ആ സിറ്റുവേഷൻ എങ്ങനെ അത് മുന്നോട്ട് പോകണമെന്ന് അറിയാതെ ഇരിക്കുന്ന അവസ്ഥയിൽ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ട് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ നമുക്കൊരു പുതിയൊരു ആശയം ലഭിച്ചു. എന്നാൽ US റിലേറ്റീവ്സിൻ്റെ അഡ്രസ്സ് കൊടുക്കാമെന്ന്. അപ്പോൾ നമ്മൾ ആ ഒരു റിലേറ്റീവ്സിൻ്റെ അഡ്രസ്സ് കിട്ടുകയും അത് അവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റ് കോൺടാക്ട് ചെയ്ത് അവർ അപ്രൂവ് ചെയ്യുകയും ചെയ്തു. അവർ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ എന്നിട്ട് അവർ ചെക്ക് ഇഷ്യൂ ചെയ്തു. അത് വിത്തിൻ നമുക്ക് ആ എമൗണ്ട് ലഭിക്കുകയുണ്ടായി. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും വളരെയധികം നന്ദി പറയുന്നു. പിന്നെ നാലാമതായി എൻ്റെ ഒരു നിയോഗമായിരുന്നു, എൻ്റെ ഫാമിലി കുറച്ചും കൂടെ എൻ്റെ കൂടെ ഇരുന്ന് കൂടുതൽ നിയോഗ പ്രാർത്ഥനയിലേക്ക് ചേരണമെന്നും അതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ ഹസ്ബൻഡും ഇപ്പോൾ ഉടമ്പടിയിലാണ്. ലാസ്റ്റ് ജവമാല റാലിക്ക് തലേ ദിവസം വന്ന് എൻ്റെ ഹസ്ബൻഡും ഉടമ്പടി എടുത്തു. അതിന് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും വളരെയധികം നന്ദി പറയുന്നു. ഉടമ്പടി വസ്തുക്കൾ വഴി വളരെയധികം അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടും പറയുന്നത് എൻ്റെ ഹസ്ബൻഡിനൊരു നെക്കിൻ്റെ സ്റ്റിഫ്നെസ് ഉണ്ടായിരുന്നു. ഉടമ്പടി ഞങ്ങൾ എന്നും പ്രഭാത പ്രാർത്ഥനയ്ക്ക് ശേഷവും ഈവനിങ് പ്രാർത്ഥനയ്ക്ക് ശേഷവും വിശുദ്ധ വസ്തുക്കൾ ഡെയിലി ഉപയോഗിക്കും. അത് മുഖേന ആ പെയിനിൽ നിന്നും സൗഖ്യം ലഭിച്ചു. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡ് ടെന്നീസ് കളിക്കുന്ന ഇടയിൽ നല്ലൊരു വീഴ്ചയുണ്ടായി. കൂടെ നിന്നവർ തന്നെ അത് പേടിച്ചു പോയി. പക്ഷേ വിശുദ്ധ വസ്തുക്കളുടെ ഉപയോഗം മൂലമുണ്ടെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. തലയിൽ ഒരു ചെറിയൊരു മുഴ മാത്രമേ ഉണ്ടായുള്ളൂ. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും വളരെയധികം നന്ദി പറയുന്നു. പിന്നെ കാരുണ്യ പ്രവർത്തികളുടെ ഭാഗമായിട്ട് ഞങ്ങൾ സ്ട്രീറ്റ് എല്ലാ വീക്കും ഒരു 10 പാക്കറ്റ്സ് ഓഫ് 10 അതിൽ കൂടുതൽ ഫുഡ് പാക്കറ്റ്സ്, ഒരു നേരത്തെ ഭക്ഷണം ഞങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെ ഞങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഭാഗമായിട്ട് ആരെങ്കിലും വൃദ്ധരായ ആൾക്കാർ സ്ട്രീറ്റിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കർണാടക ഗവൺമെൻറ് റീഹാബിലിറ്റേഷൻ സെൻറ്ററിൽ കോൺടാക്ട് ചെയ്ത് അവരെ ഞങ്ങൾ മാക്സിമം അവിടെ സെൻഡ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യുന്ന വഴി ഗുണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഓൺലി ഫുഡ് മാത്രമല്ല മെഡിക്കൽ അറ്റൻഷനും അതുപോലെയുള്ള ബാക്കി കാര്യങ്ങളൊക്കെ അവർക്ക് ലഭിക്കുകയും അതുവഴിയായി. പിന്നെ ഞങ്ങൾ ഓൾഡ് ഏജ് ഹോം, ഓർഫനേജ്, പിന്നെ പാവപ്പെട്ടവരായി അവരെല്ലാം കണ്ടുപിടിച്ചിട്ട് അവർക്ക് വേണ്ട അവരോട് കോൺടാക്ട് ചെയ്ത് അവർക്ക് ആവശ്യമായ ഗ്രോസറീസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാറുണ്ട്. പിന്നെ മെഡിക്കൽ ആർക്കെങ്കിലും വയ്യാതെ അവശരായവർക്ക് എന്തെങ്കിലും ഫിനാൻഷ്യൽ സപ്പോർട്ട്, മെഡിക്കൽ സപ്പോർട്ടും കൊടുക്കാറുണ്ട്, ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാറുണ്ട്. പിന്നെ
ആത്മീയമായിട്ട് ഈ ഉടമ്പടിയിൽ വന്നത് മുഖേന ആത്മീയമായിട്ട് വളരെയധികം ഉയരാൻ സാധിച്ചു. ദിവസവും നമ്മുടെ ഫാമിലി പ്രേയർ ഞങ്ങൾ ഉടമ്പടിയിൽ വന്നതിന് ശേഷം മുടക്കിയിട്ടില്ല. യാത്രയിലാണെങ്കിലും ഞങ്ങൾ ഫാമിലി ഒരുമിച്ചിരുന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്, കുടുംബ പ്രാർത്ഥന ചൊല്ലാറുണ്ട്. പിന്നെ പേഴ്സണൽ പ്രേയേഴ്സ് അത് മുടക്കം കൂടാതെ നടക്കുന്നു. ഡെയിലി ബൈബിൾ വായിക്കാൻ സാധിക്കുന്നു. ഈ ഉടമ്പടിയിൽ വന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ വിശ്വസിക്കുന്നു ഈ ഡെയിലി മുടക്കം കൂടാതെ ബൈബിൾ വായിക്കാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ നിന്ന് കിട്ടുന്ന ന്യൂസ് ലെറ്റർ ഒരു മടിയും കൂടാതെ ഞങ്ങൾ കൊടുത്തു തീർക്കാറുണ്ട്. എൻ്റെ കയ്യിലെ പേപ്പർ എപ്പോൾ തീരുന്നോ ഞങ്ങൾ ബാംഗ്ലൂർ ഞാൻ കൊറിയർ വഴി വരുത്തി ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാറുണ്ട്. ചിലക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും അതെല്ലാം ഈശോയെ പ്രതി ഞങ്ങൾ സഹിച്ച് എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാറുണ്ട്. അഡീഷണലായിട്ട് പേപ്പറിൻ്റെ കൂടെ ഞാൻ മാതാവിൻ്റെ പ്രെയർ കാർഡ് പ്രിൻ്റ് ചെയ്തിട്ട് ഒരു സൈഡിൽ മാതാവിൻ്റെ പടവും ബാക്കി പ്രഭാത പ്രാർത്ഥനയും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും പ്രിൻ്റ് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. 5 ഡിഫറെൻറ്റ് ലാംഗ്വേജസിൽ അത് പ്രിൻ്റ് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാറുണ്ട്. പിന്നെ മാതാവിൻ്റെ മെഡലിൻ്റെ റോസറി ഉണ്ടാക്കി അത് ഞാൻ കൊടുക്കുന്നു. പിന്നെ ആവശ്യമുള്ളവർക്ക് വിശുദ്ധ വസ്തുക്കളായ ഉപ്പും തൈലവും മെഡലും ഒക്കെ കൊടുക്കാറുണ്ട്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ സാക്ഷ്യം ഇവിടെ സമർപ്പിക്കുന്നു. പ്രഭാഷകൻ്റെ പുസ്തകം 15-ാം അധ്യായം 1-2 തിരുവചനങ്ങൾ. കർത്താവിൻ്റെ ഭക്തൻ ഇത് ചെയ്യും, കൽപ്പനകളിൽ ഉറച്ചു നിൽക്കുന്നവന് ജ്ഞാനം ലഭിക്കും. അമ്മയെപ്പോലെ അവൾ അവനെ സമീപിക്കും, നവവധുവിനെ പോലെ സ്വീകരിക്കും. നീതുമോളുടെ വളരെ ശക്തമായ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നമ്മളിവിടെ ശ്രവിച്ചുകൊണ്ടിരുന്നത്. നീതുമോൾ പറയുകയായിരുന്നു, ഞങ്ങളുടെ ഒരു ടഫായിട്ടുള്ള വളരെ സങ്കടകാലത്ത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിച്ച് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ ജീവിതത്തിലുണ്ടായ വലിയ അത്ഭുതങ്ങളെക്കുറിച്ച്, വലിയ മാറ്റങ്ങളെക്കുറിച്ച്, വലിയ സൗഖ്യത്തെക്കുറിച്ച് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ കൃത്യമായി അവരുടെ ജീവിതത്തിൽ ഇടപെട്ട് അവർക്ക് നൽകിയ വലിയ സമാശ്വാസവും ഐശ്വര്യത്തെക്കുറിച്ച് ഉടമ്പടി കണ്ടൻറ്റുകളെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു വലിയ സാക്ഷ്യമായി നമുക്കിതിനെ കണക്കാക്കാവുന്നതാണ്. ഇവർ രണ്ടുപേരും IT കമ്പനിയിൽ ജോലി ചെയ്യുന്ന നല്ല ജോലിക്കാരാണ്. അതിനാൽ തന്നെ IT കമ്പനി എന്ന് പറയുമ്പോൾ വളരെ കോമ്പറ്റേറ്റീവ് പീരിയഡ് ടൈം ആവശ്യമുള്ള ഒരു മേഖല കൂടിയാണ്. അതിനിടെ അവർക്ക് നീതുമോൾക്കുണ്ടായ ഒരു അപ്രൈസൽ നെഗറ്റീവ് റേറ്റിങ്ങിനെ സംബന്ധിച്ച് ഉണ്ടായ മാനേജറിൻ്റെയും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ പരിശുദ്ധ അമ്മ എത്രമാത്രം അവരെ ഉയർത്തി, അവരുടെ ജീവിത നിലവാരം കൈപിടിച്ച് നടത്തിക്കൊണ്ട് ഉയർത്തിയ ഒരു വലിയ സാക്ഷ്യമാണിത്. നമ്മുടെ ഓരോ സങ്കടങ്ങളിലും പരിശുദ്ധ അമ്മയെ സമീപിച്ചുകൊണ്ട് ഈശോയിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഒരു ജോലിയുടെ ഉയർച്ച മാത്രമല്ല, നമ്മൾ നിത്യതയിലേക്കാണ് ഈശോ നമ്മളെ ഉയർത്തുന്നത് എന്നതാണ് ഉടമ്പടി നമുക്ക് ഉറപ്പ് നൽകുന്നത്. നീതുമോളും ഹസ്ബൻഡും ഇവിടെ പറയുകയുണ്ടായി, അവരുടെ കാരുണ്യ പ്രവൃത്തികളും അവരുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളുമെല്ലാം അവർ പറയാൻ വിട്ടുപോയ സ്ഥിരീകരണ സമയത്ത് നൽകിയ ഒരു കാര്യം അവർ പറയാൻ വിട്ടുപോയതാണ്. അവർ റീഹാബിലേഷൻ സെൻറ്റർ റീഹാബിലിറ്റേഷൻ സെൻറ്ററിലേക്ക് അലഞ്ഞു തിരിയുന്ന മക്കളെ അവർ കൊണ്ടുപോയി കർണാടക ഗവൺമെൻറ്റിനെ സമീപിച്ച്. അതൊരു വലിയ റിസ്ക് ഉള്ള ഒരു പ്രോജക്റ്റ് കൂടിയാണ്. അലഞ്ഞു തിരിയുന്ന മക്കൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ അവരെ അലഞ്ഞു തിരിയുന്ന മക്കളെ അവർക്ക് ഷെൽട്ടർ കൊടുക്കുക എന്ന് മാത്രമല്ല, അവർക്ക് മെഡിക്കേഷൻ ഫെസിലിറ്റിയും അവരെ പരിചരിക്കാനുള്ള എല്ലാ ഉത്തരവാദിത്തങ്ങളും ഇവർ ഏറ്റെടുത്തുകൊണ്ടാണ് ഒരു വലിയ ഈശോയ്ക്ക് വേണ്ടിയുള്ള ഒരു വലിയ പ്രോജക്റ്റ് കാരുണ്യ പ്രവർത്തികളിലൂടെ ചെയ്യുന്നത്. ജോസഫ് അച്ഛൻ ഇന്ന് രാവിലെ ദിവ്യബലിയിൽ പറഞ്ഞതുപോലെ, നിങ്ങൾ എന്തു ചെയ്തു എന്നതല്ല, എന്തുകൊണ്ട് ചെയ്തു എന്ന് അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈശോയ്ക്ക് വേണ്ടി ഞാൻ എങ്ങനെ ചെയ്തു, എന്തുകൊണ്ട് ചെയ്തു. നിങ്ങളെനിക്ക് ഭക്ഷണം തന്നതും നിങ്ങളെനിക്ക് ദാഹിക്കാൻ തന്നതുമെല്ലാം നമ്മുടെ ഒരു സ്പിരിച്വൽ അക്കൗണ്ടിലേക്ക് പോകുന്ന ഒരു ആസ്തിയാണ്. നമ്മൾ നീതുമോളും കുടുംബവും ഇപ്പോൾ ഒരു ആസ്തി ഉണ്ടാക്കുന്ന പരിശ്രമത്തിലാണ്. ഉടമ്പടി നമ്മെ നയിക്കുന്നത് കത്തോലിക്ക ജീവിതത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വലിയ ആശ്വാസത്തിൻ്റെയും നമുക്ക് ലഭിക്കുന്ന ഈശോ നൽകുന്ന ഒരു ഗ്രേഡ് എത്രമാത്രം ഉയരുന്നു, നമ്മുടെ ഗ്രാഫ് എത്രമാത്രമാണെന്ന് ഈശോ തന്നെ നമ്മെ ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടി പരിശുദ്ധാമ്മ നമ്മെ നേർച്ച വസ്തുക്കളിലൂടെ ഉപയോഗത്തിലൂടെ നമ്മെ എപ്പോഴും സൗഖ്യവും സമാധാനവും സാമീപ്യവും നൽകി ഇവരെ അനുഗ്രഹിച്ചതിൻ്റെ ഒരു വലിയ സാക്ഷ്യം കൂടിയാണ്. നമുക്കെപ്പോഴും നമുക്ക് ഈശോയിൽ അഭയം പ്രാപിക്കാം. ഈശോ ആണ് രക്ഷകനെന്ന് നാലാളുടെ മുൻപിൽ നാം സാക്ഷ്യം ഏറ്റു പറയുമ്പോൾ പിതാവിൻ്റെ മുമ്പിൽ ഈശോ നമുക്ക് വേണ്ടി സാക്ഷ്യം നൽകും. നമുക്ക് സ്വർഗം ഉറപ്പാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം.
നീതു പറയുകയായിരുന്നു, ടാക്സ് റീഫണ്ട് US നിന്ന് അവർക്ക് ലഭിച്ചത് തന്നെ ഒരു വലിയ അപ്രതീക്ഷിതമാണ്, അത് ഒരു അസാധ്യമായിരുന്നു. ലൂക്ക 1:37 പറയുന്നത് പോലെ മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. നമ്മുടെ വചനങ്ങൾ, നമ്മുടെ പ്രാർത്ഥനകളെല്ലാം തന്നെ മാംസം ധരിക്കാനായി നമുക്ക് ഈശോയോടും പരിശുദ്ധ അമ്മയോടും നമുക്ക് പ്രാർത്ഥിക്കാം, മാധ്യസ്ഥം അപേക്ഷിക്കാം. നമ്മുടെ എല്ലാ ജീവിത സങ്കടങ്ങളെയും, നമ്മുടെ എല്ലാ അസാധ്യതകളെയും കാനായിലെ വിവാഹ വിരുന്ന് പോലെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ നമ്മുടെ ഒഴിഞ്ഞുവിട്ടുള്ള എല്ലാ ജാറുകളും നിറഞ്ഞ് മാധുര്യമുള്ളതാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ നിയോഗങ്ങളെ ചേർത്ത് വയ്ക്കാം. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഇവർക്ക് നൽകിയ ലഭിച്ച എല്ലാ അഭിഷേകങ്ങൾക്കും നന്ദി. മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചതിന് തിരുകുമാരനും അമ്മ മാതാവിനും കോടാനുകൂടി നന്ദി പറയുന്നതുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം തുടങ്ങുകയാണ്. എൻ്റെ പേര് പൂജാ മോഹൻ, തിരുവനന്തപുരത്തു നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് 8/6/2024. ഉടമ്പടി എടുത്തു എന്നല്ല, അമ്മ മാതാവിനെ എങ്ങനെ എനിക്ക് പരിചയം, ഞാനൊരു ഹിന്ദുവാണ്, എങ്ങനെ എനിക്ക് പരിചയമെന്ന് പറഞ്ഞാൽ എനിക്ക് പത്രം വഴിയോ ആരും അത് മെസ്സേജ് വഴിയോ ഒന്നുമല്ല എനിക്ക് അമ്മ മാതാവിനെ അറിയാവുന്നത്. ഞാൻ ഒരിക്കൽ ഇങ്ങനെ ഇരുന്നപ്പോൾ ഫേസ്ബുക്കിലൂടെ മാതാവിൻ്റെ കുറേ ഫോട്ടോസ്, അപ്പം ഞാനിങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയപ്പം കുറേ സാക്ഷ്യങ്ങൾ. അപ്പം എന്താണ് എങ്ങനെയാണ് എന്നൊന്നും എനിക്കറിയില്ല. ഞാനപ്പോൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യാൻ തുടങ്ങി. അപ്പം ജോസഫ് അച്ഛൻ്റെ ധ്യാനങ്ങൾ, ഇവിടുത്തെ എങ്ങനെയാണ്, ഉടമ്പടി എന്താണ്, ഇങ്ങനെ. അപ്പം എനിക്കൊരാഗ്രഹം ഇവിടെ വരണമെന്ന്, വന്ന് കണ്ട് പ്രാർത്ഥിച്ച് പോകണം എന്ന് മാത്രമേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ എങ്ങനെ വരും, വീട്ടിലെങ്ങനെ ഞാൻ പറയും, അവരെങ്ങനെ എന്നെ ഇവിടെ കൊണ്ടുവരും, ഇങ്ങനെയൊക്കെ കുറേ ചോദ്യങ്ങൾ മനസ്സിൽ. അപ്പം എന്നിട്ടും ഞാൻ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കും. എൻ്റെ അമ്മയുടെ കൂടെ ഇരുന്ന് ഞാൻ ധ്യാനം, ചൊവ്വാഴ്ച ദിവസത്തെ ധ്യാനം മൊത്തം കാണും, എല്ലാം കേട്ടുകൊണ്ടിരിക്കും. പക്ഷെ എങ്ങനെ ഇവിടെ എത്തും? യൂട്യൂബിൽ സെർച്ച് ചെയ്തു, കലവൂരെത്തിയിട്ട് ബസ്സിൽ വരണം. അപ്പം ഞാൻ എല്ലാ ലൊക്കേഷനും എല്ലാം മനസ്സിൽ വെച്ചു, എപ്പോഴെങ്കിലും എന്തെങ്കിലും വരാൻ പറ്റുമെങ്കിൽ വരാമല്ലോ, അങ്ങനെ മനസ്സിൽ വെച്ചിട്ട് ഞാൻ ഇരുന്നു. അപ്പോഴത്തേനും എൻ്റെ മോൻ 6ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അവൻ്റെ ടീച്ചർ ഒരു ക്രിസ്ത്യൻ കുട്ടിയാണ്, രേഷ്മ എന്നാണ് പേര്. അപ്പം പറയും, ചേച്ചി നമുക്കൊരു ദിവസം പോവാം, ഒരുമിച്ച് പോകാം, എൻ്റെ അമ്മയും കൂടെ വിളിക്കാം, നമുക്ക് പോയിട്ട് മാതാവിനെ കണ്ട് തൊഴുത് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വരാം. ശരി, അങ്ങനെ ആവാം. ഞാൻ വീട്ടിൽ നിന്നിങ്ങനെ പറയും, അച്ഛനോടങ്ങനെ പറയും. അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ പോവുകയാണ്, എനിക്ക് ചെന്ന് പ്രാർത്ഥിക്കണം, ഒന്ന് കാണണം. ഒന്നും പറഞ്ഞില്ല, പൊയ്ക്കോ. തിരുവനന്തപുരത്ത് നിന്ന് രാവിലെ 3:30 ബസ് ട്രെയിനിന്, ഏറനാട് എക്സ്പ്രസ്സിന് ഞങ്ങൾ വന്നു. ഇവിടെ റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടെ നിന്ന് 23 രൂപ കൊടുത്ത് ബസ്സിൽ കയറി കലവൂരിറങ്ങി, 30 രൂപ കൊടുത്ത് ഓട്ടോറിക്ഷയിൽ വന്നു, ഇറങ്ങി. ഉടമ്പടി എടുക്കണം എന്താണെന്നൊന്നും അറിയില്ല, നേരെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ അവിടെ എത്തിയപ്പോഴത്തേനും അവിടുത്തെ ഒരു സെക്യൂരിറ്റി ചേച്ചി പറഞ്ഞു, നേരെ അവിടെയാണ് പുതിയ ഉടമ്പടി എടുക്കുന്നത് അവിടെയാണെന്ന് പറഞ്ഞു. അങ്ങോട്ട് കൊണ്ടുപോയി. അവിടെയാണെങ്കിൽ തിരക്കുമില്ല, ഞങ്ങളെ കൊണ്ട് ടിക്കറ്റും എടുപ്പിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, അതായിരിക്കും നിയോഗം, എടുക്കാം, ഉടമ്പടി എന്താണെന്ന് അറിയില്ല. ഇവിടെ ഇരുന്നു. അപ്പം അച്ഛൻ്റെ പ്രാർത്ഥന കേൾക്കുകയായിരുന്നു, വിശുദ്ധ കുർബാന. അപ്പോഴത്തേനും അച്ഛനെ TV യിൽ മാത്രമല്ലേ കേട്ടിട്ടുള്ളൂ. മമ്മൂട്ടിയെ മോഹൻലാലിനെയും കണ്ടതുപോലൊരു സന്തോഷമായിരുന്നു മുഖത്ത്, അച്ഛൻ അവിടെ ഒന്ന് പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോൾ. കുറേ നേരം അവിടെ നിന്നു. അച്ഛൻ്റെ പ്രാർത്ഥന എല്ലാം കണ്ടു, സന്തോഷം. ഞാൻ വീട്ടിൽ വിളിച്ച് പറഞ്ഞു, അമ്മ ജോസഫ് അച്ഛനെ കണ്ടു, പ്രാർത്ഥനയുണ്ട്, ഞാൻ 9:30 ഉടമ്പടിക്ക് കയറും, ഞാൻ പ്രാർത്ഥിക്കും, എഴുതും, എന്താണെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യുമെന്ന് പറഞ്ഞു. ശരി, ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. എൻ്റെ കൂടെ ആ കുട്ടിയുണ്ട്, ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഉടമ്പടി എടുക്കാൻ കയറി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ക്ലാസ് ഒന്നും അധികം മനസ്സിലാവില്ല, കാരണം എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ എല്ലാം കേട്ടു. ഉടമ്പടി ഇങ്ങനെയാണ്, നല്ല രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകണം, നല്ല രീതിയിൽ 90 ദിവസം നന്നായിട്ട് കൊണ്ടുപോകണം, എല്ലാം കേട്ട് കഴിഞ്ഞു. അവിടെ നിന്നിട്ട് പറഞ്ഞു, 6 നിയോഗം വെക്കാൻ പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ട് എല്ലാവർക്കും പേപ്പർ കൊടുക്കുകയാണ്. അപ്പോൾ 6 നിയോഗം വെക്കുക, എന്ത് വെക്കും? ആദ്യത്തെ 1ാമത്തെ നിയോഗമായിട്ട് ഞാൻ വെച്ചത്, അമ്മ മാതാവേ, ഒരിക്കലും നീ എന്നെ വിട്ട് പിണങ്ങി പിരിഞ്ഞു പോകരുതേ എന്ന്. എന്തുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് എനിക്കറിയില്ല. എനിക്ക് വേറെ ഒന്നും വേണ്ട. ആദ്യത്തെ ഒരു നിയോഗം ഞാൻ അതാണ് വെച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വെക്കേണ്ടി വന്നതുകൊണ്ട് 4-5 പ്രാവശ്യം വെച്ചു. അപ്പോൾ അവിടുത്തെ ആ സാറ് പറഞ്ഞു, ഒരു നിയോഗം അമ്മ മാതാവിന് വേണ്ടി വെക്കണമെന്ന്. ഞാനത് ആദ്യമേ വെച്ചു. 1ാമത്തെ നിയോഗമായിട്ട് വെച്ചു, എന്നെ വിട്ട് പിരിഞ്ഞു പോകരുത്, എന്നോട് പിണങ്ങി പോകരുത് എന്നുള്ള കാര്യം. അതെൻ്റെ കൂടെ എപ്പോഴും ഉണ്ട്. കാര്യം എന്തുകൊണ്ട് ഞാൻ അങ്ങനെ വെച്ചെന്ന് എനിക്കറിയില്ല. കാര്യം എനിക്ക് പ്രാർത്ഥിക്കാൻ ശരിക്കും അറിയില്ല, എങ്ങനെയാണെന്നുള്ള കാര്യം എനിക്കറിയില്ല. ലൂക്ക 18:1, മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. അത് തന്നെയാണ്, ദൈവത്തിന് സാധിക്കാത്തതായിട്ടൊന്നുമില്ല. ഇനി എൻ്റെ നിയോഗം, 1ാമത്തെ നിയോഗം, 8 വർഷം കൊണ്ട് വീടിൻ്റെ 2 പ്രമാണം ജപ്തിയിൽ വെച്ചൊക്കെയാണ്. അപ്പോഴത്തേനും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജപ്തിയിലല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്ന് കണ്ട് പ്രാർത്ഥിച്ച് ജപ്തി ഒഴിവാക്കി തരണമെന്ന് പ്രാർത്ഥിച്ച് വെക്കാം. അങ്ങനെ ഞാൻ നിയോഗം എഴുതിയത്.
എന്നിട്ട് ഞാൻ വിചാരിച്ചു ഇവിടെ വന്ന് അച്ഛനെ കണ്ടത് ബ്ലെസ്സിങ് വാങ്ങിച്ച് പോയാൽ എങ്ങനെയാണെന്ന്. അപ്പോൾ അവിടെ വന്നപ്പോൾ പറഞ്ഞു പ്രമാണം ക്ലിയറായിട്ടുള്ള എവിഡൻസ് ഇല്ലാതെ അച്ഛനെ കാണാൻ പറ്റത്തില്ല എന്ന്. പിന്നെ പോയി എല്ലാ മാസവും വരും കേട്ടോ, ആരെങ്കിലും വിളിച്ച് എങ്ങനെയെങ്കിലും ആണെങ്കിൽ ഞാൻ ഇവിടെ എത്തും, എന്നെ എങ്ങനെയെങ്കിലും ഇവിടെ കൊണ്ടെത്തിക്കും, പത്രം വാങ്ങിച്ച് പോവും, രാത്രിയാവും എത്തും, എന്നാലും ആരെങ്കിലും വരും, കൂടെ ആരെങ്കിലും കാണും. അങ്ങനെ വന്നു. രണ്ടാമത്തെ പ്രാവശ്യം പ്രമാണം കൊണ്ടുവന്നു, അവിടെ ചെന്ന് എഴുതി അച്ഛൻ്റെ അടുത്ത് വന്നു. അച്ഛൻ എനിക്ക് പറഞ്ഞു തന്നു എവിടെയാണോ ജപ്തി ഉള്ളത് അവിടെ ഉപ്പിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എല്ലാം ചെയ്തു. ചെന്നു ഞാൻ അവിടെ ചെന്ന് ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, ജപ്തി മാറ്റാനല്ലല്ലോ പറയേണ്ടത്, ജപ്തി മാറ്റി വസ്തു വിൽക്കാൻ വേണ്ടിയല്ലേ പറയേണ്ടതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഞാനത് പറഞ്ഞില്ല, ഞാൻ ജപ്തി മാറ്റി തരണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ശരി, എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഞാൻ ഉടമ്പടി ഇതെടുത്തോണ്ടിരിക്കുകയാണ്. ഹസ്ബൻഡിൻ്റെ അനിയൻ വന്ന് 3 ലക്ഷം രൂപ കൊടുത്ത് ജപ്തി മാറ്റി. അതാണ് പറഞ്ഞത്, എഴുതുമ്പം നമ്മൾ നിയോഗം വയ്ക്കുമ്പോൾ ക്ലിയറായിട്ട് അമ്മ മാതാവിന് മനസ്സിലാകുന്ന രീതിയിൽ വെക്കണം. ജപ്തി മാറ്റി തന്നിട്ട് എനിക്ക് 8 വർഷമായി ജപ്തി മാറ്റി ക്ലിയർ ചെയ്ത് തന്നിട്ട് ഈ ഒക്ടോബർ 18-ാം തീയതി ആ ഒരു വസ്തു വിറ്റ് മറ്റേ വസ്തുവിൻ്റെ പ്രമാണം എടുത്ത് എനിക്കത് ക്ലിയർ ചെയ്യാൻ സാധിച്ചു. ആര് സാധിച്ചെന്ന്? അമ്മ മാതാവ് തന്നെയാണ് എനിക്ക് സാധിച്ചത്, വേറെ ആരുമല്ല. എനിക്കിവിടെ നിന്ന് പറയുന്നതിന് ഒരു വിഷമവും ഇല്ല, ഒരു സങ്കടവും ഇല്ല, സത്യമായ കാര്യമാണ്. ഞാൻ ഹിന്ദു ആയതുകൊണ്ട് പറയുന്നതല്ല, സത്യമായിട്ടുള്ള കാര്യം. വിശ്വസിച്ച അമ്മ മാതാവ് കൂടെ ഇറങ്ങി വരും. അത് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം. അത് കഴിഞ്ഞ് 30 വർഷത്തിൽ വീടിൻ്റെ ഉടമസ്ഥാവകാശം വാങ്ങിച്ച ആളുടെ പേരിൽ തന്നെയായിരുന്നു. അമ്മയുടെ പേരിലോട്ട് മാറ്റാനായിട്ട് നോക്കിയിട്ട് ഒന്നും നടന്നില്ല. എത്ര പ്രാവശ്യം കയറി ഇറങ്ങി, കോർപ്പറേഷനിൽ കയറി ഇറങ്ങി, ഒന്നും ആയില്ല. അവസാനം പുതിയ പ്ലാൻ വരച്ച് ഇത് എല്ലാം മാറ്റണമെന്ന് പറഞ്ഞു. അവർ വന്നു, എൻജിനീയറിംഗ് സെക്ഷനിൽ നിന്ന് ആൾക്കാർ വന്ന് വീട് നോക്കിയപ്പം പറഞ്ഞു എല്ലാം ക്ലിയറാക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ വന്നു. മാതാവിൻ്റെ ഇടപെടൽ മൂലം ഒരു പുതിയ എൻജിനീയർ വന്നു, ഞങ്ങൾ സൈറ്റ് കണ്ടു, എല്ലാം ക്ലിയറാക്കി ഞങ്ങൾക്ക് അത് ക്ലിയറാക്കി ഞങ്ങൾക്ക് ആ രേഖ പുതുതായിട്ട് തന്നു. അതുകൊണ്ട് അത് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം. അതിന് കോടാനുകോടി അമ്മ മാതാവിന് നന്ദി പറയുന്നു. പരിശുദ്ധ ഉപ്പ്, അത് എൻ്റെ അച്ഛൻ കൂടെ വന്നിട്ടില്ല. അച്ഛനൊരു ദിവസം ജോലിക്കിടയിൽ തലയിറങ്ങി വീണു. അപ്പോഴത്തേനും വീട്ടിൽ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ അച്ഛൻ ഹോസ്പിറ്റലിലാണ്, ചെല്ലണം എന്ന് പറഞ്ഞു. ചെന്നപ്പോൾ സീറ്റ് എടുത്തിട്ടൊക്കെ ഉണർന്നിട്ടില്ല, തട്ടി വിളിച്ചിട്ട് ഉണർന്നിട്ടില്ല. അച്ഛൻ വരും, അച്ഛൻ്റെ കൂടെ വന്നെന്ന് പറയാനാണ് ഉദ്ദേശിച്ചത്. അപ്പോഴത്തേനും ഞാൻ ഉപ്പ് കൊണ്ടുപോയിട്ടുണ്ട്. എപ്പോഴും ഇവിടെ നിന്ന് പോയി കഴിയുമ്പോൾ ഉപ്പും തൈലും ഒക്കെ കയ്യിൽ കൂടെ ഉണ്ടാവും. അച്ഛന് ഉപ്പ് കൊടുത്തു. സത്യം പറയട്ടെ, ഉപ്പ് കൊടുത്ത് അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഉപ്പ് കൊടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അച്ഛൻ സംസാരിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞു ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞു. പിന്നെ ഒരു കുഴപ്പമില്ല, എൻ്റെ കൂടെ എണീറ്റ് വന്നു. ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും വിശ്വാസത്തോടു കൂടി അത് മുന്നോട്ട് ഇറങ്ങി നമ്മൾ അമ്മ മാതാവിനെ പ്രാവശ്യം അമ്മ കൂടെ വരും. ഞാൻ എന്ത് കാര്യവും അമ്മയോടാണ് പറയുന്നത്. എൻ്റെ വീട്ടിൽ എന്നും ജപമാല ചൊല്ലും. അമ്മയെ ഞാനും മോനും ഒക്കെ കൂടെ ഇരുന്ന് അവനെ അറിയില്ല എങ്കിലും കൂടെ വന്നിരുന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ ഓരോ ദിവസമുള്ള കാര്യങ്ങൾ ചെന്ന് പറയുമ്പോഴേ മാതാവ് ചെവി പൊത്തും. കാരണം വന്ന് അടുത്ത പരാതി കേൾക്കാൻ വേണ്ടിയിട്ട് വരുവാണ്, അടുത്ത പരാതി പറയാൻ വരെയാണെന്ന് വിചാരിച്ചിട്ട് ഇരിക്കും. പക്ഷേ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇവിടെ എനിക്ക് 38 വർഷം കൊണ്ട് ഞാൻ എന്തുകൊണ്ട് ഇവിടെ ഇത് അറിഞ്ഞില്ല, ഇവിടെ എനിക്ക് വരാൻ സാധിച്ചില്ല. അപ്പം ഞാൻ അത്രയ്ക്ക് അത് അനുഭവിക്കണമായിരുന്നിട്ടുണ്ടാവും. കാര്യം ഇവിടെ വന്നപ്പോഴത്തേനും എൻ്റെ പകുതി എല്ലാം എനിക്ക് മാതാവ് മാറ്റി തന്നു. ഇനിയും ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ മുന്നിൽ തന്നെ ഞാൻ പൊയ്ക്കൊണ്ടിരിക്കും. കാരണം എനിക്ക് അമ്മ മാതാവ് ഇല്ലാതെ പറ്റൂല, അതങ്ങനെ ആയിപ്പോയി. അമ്മ മാതാവ് കൂടെ വേണം. എന്ത് കാര്യത്തിനും ഏതിനും മാതാവേന്ന് വിളിക്കും. അതെന്താണെന്ന് എനിക്കറിയില്ല. അമ്മ മാതാവ് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവുമെന്നാണ് എൻ്റെ പ്രാർത്ഥന. എന്നോട് പിണങ്ങി പോകരുതേ എന്നാണ് ഞാൻ ഈ അവസാനം വരെയും പ്രാർത്ഥിക്കുന്നത്. എൻ്റെ കൂടെ ഉണ്ടാവണേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഇവിടുന്ന് എല്ലാ മാസം വന്ന് പത്രം വാങ്ങിക്കുമല്ലോ. പത്രം എല്ലായിടത്തും കൊണ്ടു കൊടുക്കും, കടകളിൽ, ബസ് സ്റ്റാൻഡിൽ, എല്ലായിടത്തും കൊണ്ടു കൊടുക്കും. ചിലവർ പത്രം വാങ്ങിക്കില്ല. വാങ്ങിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഹസ്ബൻഡ് പറയും അടുത്ത ആൾക്ക് കൊടുക്കാം. അപ്പം അടുത്ത ആളെടുത്ത് കാര്യം പറഞ്ഞിട്ട് കൊടുക്കും, വാങ്ങിക്കുന്നവരുണ്ടാവും. പിന്നെ കാരുണ്യ പ്രവൃത്തി എന്ന് പറയുമ്പോഴത്തേനും ഹോസ്പിറ്റലിൽ പോയിട്ട് ഒ പി ആയിട്ട് നിൽക്കുന്നവർക്കൊക്കെ പത്രം കൊണ്ട് കൊടുത്തിട്ട് ഞാൻ അവിടെ നിൽക്കും, ആർക്കെങ്കിലും ആഹാരം മേടിച്ചു കൊടുക്കാം. പക്ഷേ ഹോസ്പിറ്റലാകുമ്പോൾ പൊതിച്ചോറ് കൊടുക്കാൻ ചില സിസ്റ്റേഴ്സ് സമ്മതിക്കില്ല. അപ്പം അങ്ങനെയുള്ളപ്പം ഞാൻ അങ്ങനെയുള്ളവരെ ഹോസ്പിറ്റൽ ക്യാൻറ്റീനിൽ കൊണ്ടുപോയിട്ട് അവർക്ക് ആഹാരം വാങ്ങിച്ചു കൊടുക്കും. എന്നിട്ട് ഞാൻ ക്യാഷ് കൊടുക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ പൊതിച്ചോറ് കൊടുക്കും. ഇത് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലൊക്കെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ട് അവിടെ നിൽക്കുന്ന ബൈസ്റ്റാൻഡറുകൾക്കൊക്കെ കൊടുക്കും. അവർ വന്ന് വാങ്ങിക്കും. പിന്നെ ഇതിന് ഉടമ്പടിക്ക് മുമ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല പ്രാർത്ഥന എങ്ങനെ പ്രാർത്ഥിക്കണമെന്നൊന്നും അറിയില്ലായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്ത് കാര്യത്തിനും അമ്മ മാതാവിയെന്ന് വിളിക്കാതെ ഞാൻ ഒരു കാര്യത്തിനും മുന്നിട്ടിറങ്ങില്ല. എനിക്ക് വിളിച്ച വിളി കേൾക്കും.
അത്രയ്ക്കാണ്. നമുക്ക് എന്ത് വിഷമമുണ്ടോ നമ്മളൊന്ന് വിളിച്ചാൽ മാത്രം മതി. എന്ത് കാര്യങ്ങൾ ഇവിടെ ഗൾഫിൽ പോകാനാണെങ്കിലും പരീക്ഷയ്ക്ക് പാസ്സാവാനാണെങ്കിലും ജർമ്മനി പോകാനാണെങ്കിലും എന്തിനും നിങ്ങൾ വിശ്വസ്തയോടുകൂടി ഇറക്കി പ്രാർത്ഥിച്ചാൽ മാത്രം മതി. പ്രാർത്ഥിച്ചാൽ മാത്രം മതി. എല്ലാം സർവ്വമായിട്ട് അമ്മ മാതാവ് തരും. എനിക്ക് ഇത്രയേ ഉള്ളൂ പറയാൻ. എനിക്ക് എങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ പറയാൻ പറ്റുന്നു എന്നുള്ള കാര്യം എനിക്കറിയില്ല. അമ്മ മാതാവിനും തിരുകുമാരനും കോടാനുകോടി നന്ദി. അങ്ങ് എനിക്ക് ജീവൻ്റെ മാർഗം കാണിച്ചു തരുന്നു. അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിൻ്റെ പൂർണ്ണതയുണ്ട്. അങ്ങയുടെ വലത് കൈയിൽ ശാശ്വതമായ സന്തോഷമുണ്ട്. സങ്കീർത്തനം 16:11 ദൈവസന്നിധിയിൽ ഈശോയും അമ്മയും അമ്മയുടെ സാന്നിധ്യമുള്ള ഈ ദേവാലയത്തിൽ, ഈശോയുടെ ഈ ആലയത്തിൽ നമുക്ക് ലഭിക്കുന്ന സന്തോഷം പൂർണ്ണവും നിലനിർത്തുന്നതുമാണ്. അത് ശാശ്വതമായ ഒരു സന്തോഷമാണ്. സാഹചര്യങ്ങളെ മാത്രം ആശ്രയിക്കുന്നതല്ല, മറിച്ച് നല്ലൊരു ബന്ധമാണ്. അവിടുത്തെ വലതുഭാഗത്ത് എന്നും നമുക്ക് ശാശ്വതമായ ഒരു സന്തോഷമാണ്. ഈശോയോടും അമ്മയോടും ചേർന്ന് നിൽക്കുമ്പോഴുള്ള സന്തോഷം. ആ ബന്ധത്തിൽ നിന്ന് വരുന്ന നിത്യമായ അനുഗ്രഹവും സുരക്ഷയുമാണ് നമുക്ക് ഉടമ്പടി ജീവിതത്തിൽ നിന്ന് ലഭിക്കുന്നത്. ഈ ജീവിതമാണ് നമുക്ക് നിത്യജീവിതത്തിലേക്ക് നമ്മളെ നയിക്കുന്നത്. പരിശുദ്ധ അമ്മയും ഈശോയും കൂടെ ചേർന്ന് നിന്ന് ഉടമ്പടി ജീവിതത്തിൽ കൊടുത്ത അനുഗ്രഹങ്ങളുടെ ഒരു വലിയൊരു അനുഭവ സാക്ഷ്യമാണ് പൂജ മോഹൻ എന്ന സഹോദരി നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയത്. ഈശോയും അമ്മയും നമ്മളുടെ അടുത്തേക്ക് വരണമെങ്കിൽ ഈശോയ്ക്ക് അമ്മയുടെ ആഗ്രഹമാണതെങ്കിൽ അവരൊരു വഴി കണ്ടുപിടിക്കും. ഈ മകൾ ഫേസ്ബുക്ക് കണ്ടുകൊണ്ടിരുന്നപ്പോൾ റീൽസ് കണ്ടു. അങ്ങനെയാണ് പരിശുദ്ധ അമ്മയെ പറ്റിയും കൃപാസനത്തെ പറ്റിയും അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിനെ പറ്റി കൂടുതൽ അറിയാനായിട്ട് ആഗ്രഹം തോന്നിയത്. നമ്മൾ അയക്കുന്ന ഓരോ ഓൺലൈനായിട്ട് സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കുന്ന റീൽസും നമ്മൾ അയക്കുന്ന ഫോർവേഡ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ആരുടെയെങ്കിലും ജീവിതത്തിൽ ഏതെങ്കിലും രീതിയിൽ ബാധിക്കുമെന്ന് നമ്മൾ ഓർത്ത് കാണില്ല. പക്ഷേ ഇങ്ങനെയാണ് ഓരോരുത്തരും ഈശോ അമ്മയെ പറ്റി കൂടുതൽ അറിയാനും കൂടുതൽ ആഴത്തിലറിയാനായിട്ട് ഇവിടെ വരികയും ഉടമ്പടി ജീവിതം നയിക്കുകയും ചെയ്യുന്നത്. ഈ മകൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ആദ്യം വെച്ചത് അമ്മയെ അറിയാത്ത ഒരു മകൾ, ഈശോയെ പറ്റിയും കൂടുതൽ അറിയത്തില്ല എങ്കിലും ആദ്യം വെച്ച ഒരു നിയോഗം അമ്മ ഒരിക്കലും പിണങ്ങിപ്പോകരുത് എന്നാണ്. എന്നെന്നും അമ്മയോട് ചേർന്ന് മുന്നോട്ട് ജീവിക്കണമെന്നാണ്. അമ്മയോടുള്ള ചേർന്നുള്ള ജീവിതമാണ് നമ്മളെ ഈശോയിലേക്ക് നയിക്കുന്നത്. അമ്മയാണ് ഈശോയെപ്പറ്റി നമുക്ക് പറഞ്ഞു തരുന്നത്. അമ്മയാണ് നമ്മളോട് പറഞ്ഞത് അവൻ പറയുന്നത് ചെയ്യുക എന്നത്. ഈ അമ്മയോട് ചേർന്ന് നിന്ന് പോകുമ്പോഴാണ് ഈശോയെ നമുക്ക് അമ്മയെപ്പോലെ സ്നേഹിക്കുവാൻ കഴിയുന്നത്. അങ്ങനെയാണ് ഈ മകൾ അമ്മയിൽ കൂടെ ഈശോയിലേക്ക് വരുന്നതും ഈശോയെ അമ്മയും കൂടുതൽ സ്നേഹിക്കുവാനും ആഴത്തിലറിയാനും സാധിച്ചത്. പിന്നീടാണ് വരുന്ന നിയോഗങ്ങൾ. 8 വർഷം വിൽക്കാൻ നോക്കിയിരുന്ന ഒരു വസ്തുവാണ്, ജപ്തിയാണ്. അവിടെയാണ് ഇവിടെ വന്ന് അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങിച്ച് പ്രാർത്ഥിച്ചു. അച്ഛൻ ഉപ്പിട്ട് പ്രാർത്ഥിക്കാൻ ഉപദേശിച്ചിരുന്നു. അങ്ങനെ ഉടമ്പടി വസ്തുക്കളുമായിട്ടാണ് ഈ മകൾ പിന്നീട് പ്രാർത്ഥിച്ചത്. ആ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് 8 വർഷം വിൽക്കാൻ പറ്റാത്ത ഒരു സ്ഥലം ഉടമ്പടി എടുത്ത ഉടനെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ അനുഗ്രഹം കിട്ടിയപ്പോഴേ അവിടെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചപ്പോൾ ആ സ്ഥലം വിൽക്കുവാൻ സാധിച്ചു. ഇതെല്ലാമാണ് അമ്മയുടെ അനുഗ്രഹങ്ങൾ. ഉടമ്പടി ജീവിതത്തിൽ നമ്മൾ ഉടമ്പടി വിശ്വസ്തയോടെ നടത്തുമ്പോൾ നമ്മുടെ പ്രാർത്ഥന ഈശോ അമ്മയും കേൾക്കിട്ട് നമുക്ക് സാധിച്ചു തരും. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ അനുഗ്രഹം വഴി അച്ഛൻ 40 വർഷത്തെ പ്രാർത്ഥനയുടെ ഒരു ആസ്തിയിൽ നിന്നാണ് നമുക്കുള്ള അനുഗ്രഹം നമ്മൾക്ക് ലഭിക്കുന്നത്. നമ്മൾക്ക് ഉടമ്പടി ജീവിതത്തിൽ വിശ്വസ്തയോടെ പ്രാർത്ഥിച്ച് ഈശോയുടെ അനുഗ്രഹങ്ങൾക്കായി നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾക്കും ഭക്തിയോടെ പ്രാർത്ഥിക്കാം. പിന്നീടാണ് ഈ മോള് വെച്ചത് 30 വർഷം ഉണ്ടായിരുന്ന വീടിൻ്റെ ഉടമസ്ഥാവകാശം. അതും സമയചുരുക്കത്തിൻ്റെ അമ്മ, ടൈം ഷോർട്ടണിങ്ങിൻ്റെ അമ്മ 30 വർഷം ഉടമസ്ഥാവകാശം കിട്ടാതെ വളരെ തടസ്സങ്ങളുണ്ടായിരുന്ന ഒരു പ്രശ്നമായിരുന്നു. അതും ഈശോയും അമ്മയും കൂടെ ചേർന്ന് നിന്ന് ഉടമ്പടി എടുത്ത ഉടനെ ഇവരുടെ ജീവിതത്തിൽ നടത്തിക്കൊടുത്തു. 8 വർഷം വിൽക്കാൻ നോക്കിയ സ്ഥലവും 30 വർഷം കൊണ്ട് ഉടമസ്ഥാവകാശം ലഭിക്കാത്ത സ്ഥലവും എല്ലാം ഉടമ്പടി മക്കൾക്ക് കിട്ടാവുന്ന അനുഗ്രഹങ്ങളാണ്. നമ്മൾക്കും വിശ്വാസത്തോടെ നമ്മൾക്കും ഈശോയോടും അമ്മയോടും ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കാം. പിന്നീട് വന്നത് ഈ മകൾ പറഞ്ഞത് എന്നോട് വന്നത് ഈ സ്ഥലം വിൽക്കാനായിട്ട് ഇവിടെ പറയാൻ വിട്ടുപോയതാണ് മകൾ.
ഒരു എൻജിനീയറാണ് ഈ മാതാവ് വിട്ടത്. അത് പഴയ എൻജിനീയർ സ്ഥലം മാറി ഒരു പുതിയ എൻജിനീയർ വന്നെന്നും ആ എൻജിനീയറിൻ്റെ മാതാവിൻ്റെ ഒരു ഇടപെടലാണെന്നുമാണ് എനിക്ക് അമ്മയുടെ സാക്ഷ്യത്തിൽ നിന്ന് മനസ്സിലായത്. ഈശോയും അമ്മയും നമ്മുടെ കാര്യത്തിൽ ഇടപെടുമ്പോൾ പലരെയും, പല വ്യക്തികളെയും, പല സാഹചര്യങ്ങളെയുമാണ് ഉപയോഗിക്കുന്നത്. നമ്മൾക്കും ആ സാഹചര്യങ്ങളും സമയങ്ങളും മനസ്സിലാക്കുവാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിലും ഈശോയുടെ അമ്മയോടും ചേർന്ന് നിൽക്കാം. ഈ മകൾ പ്രാർത്ഥിച്ച പോലെ ഒരിക്കലും അമ്മയെ പിണങ്ങി നിൽക്കാതിരിക്കാനായിട്ടും ഈശോയോട് ചേർന്ന് നിന്ന് ജീവിക്കുവാനും നമുക്കും അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഈശോയുടെ അമ്മയുടെ സാന്നിധ്യത്തിൽ നമുക്കും പൂർണ്ണ സന്തോഷം കണ്ടെത്താം. ആദ്യം പറഞ്ഞതുപോലെ ജീവൻ്റെ മാർഗം കാണിച്ചു തരുന്ന അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിൻ്റെ പൂർണ്ണതയുണ്ട്. നമ്മൾക്കും ഈ സന്നിധിയിൽ നമ്മുടെ സന്തോഷവും നമ്മുടെ ആനന്ദവും ശാശ്വതമായ ഈ സന്തോഷവും നമുക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും തേടി നെട്ടോട്ടം ഓടുമ്പോൾ ഓർക്കാം, സന്തോഷത്തിൻ്റെ ഉറവിടം, സമാധാനത്തിൻ്റെ ഉറവിടം ദൈവസന്നിധിയിലാണ്. ഈശോയും അമ്മയും നമ്മെ കരം പിടിച്ച് നടത്തുമ്പോൾ ജീവിതം അർത്ഥവത്വവും സമാധാനപൂർണവും സന്തോഷപൂർണവുമാകും. നമുക്കും നമ്മുടെ ഉടമ്പടി ജീവിതം വിശ്വസ്തയോടെ നയിച്ച് ആ സന്തോഷം നമ്മൾക്കും കണ്ടെത്താൻ പ്രാർത്ഥിക്കാം. പൂജാ മോഹനും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും